ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് പകല് നമുക്ക് ദാനമായി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യണം. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മൾ ഓരോ വ്യക്തിയുടെ മേൽ, അവരുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ആലോചന മേൽ, അവരുടെ മേൽ കിടക്കുന്ന ഭവനത്തിനകത്ത്, അവരുടെ ദേശത്തിനകത്ത്, അവരെ നിന്ദിക്കുന്നു പരിഹസിക്കുന്നവരുടെ മധ്യയിൽ ആ വാഗ്ദത്തങ്ങളും ദൂതുകളും പ്രാപിച്ച് ദൈവം അവരെ ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരട്ടെ. ഓരോ ദൈവമക്കളും അപ്രകാരം ദൈവസന്നിധി കാത്തിരുന്ന് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ നിശ്ചയമായി ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. ഒരു പുത്തൻ അനുഭവത്തോട് പുറത്തു കൊണ്ടുവരും. ഓരോ ആരാധനയ്ക്കകത്ത് വന്നിരിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, അമികലിയ എനിക്കൊരു പുത്തൻ അനുഭവം ദൈവം തരണം. ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു പുത്തൻ അനുഭവം ദൈവം തരണം. കഴിഞ്ഞ നാളുകൾ ഞാൻ പ്രാപിച്ചതും കേട്ടതും അനുഭവിച്ചതുമല്ല, ഒരു പുത്തൻ അനുഭവത്തിലേക്ക് എന്റെ ദൈവം എന്നെ മാറ്റണം. അങ്ങനെ പ്രാർത്ഥിച്ച് കടന്നു വരുന്ന ദൈവമക്കൾക്ക് നിശ്ചയമായി ആ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ഒരു പുത്തൻ അനുഭവം അവർക്ക് ദൈവം കൊടുക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ നേരിട്ട വിഷയങ്ങളെ പോലെ അല്ലായിരിക്കും അടുത്ത ആഴ്ച നമ്മൾ നേരിടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തോടെ നമ്മൾ നേരിടും. ചിലത് നമ്മൾ ഭയത്തോട് നേരിട്ടിട്ടെങ്കിൽ അടുത്ത ആഴ്ച വിഷയങ്ങളെല്ലാം എന്ത് ചെയ്യും? സന്തോഷത്തോട് നേരിടും. ആ രീതിയിലേക്ക് ദൈവം നമ്മളെ എന്ത് ചെയ്യും? ഇരട്ടിയായി നിറയ്ക്കും. ഇരട്ടിയായി നിറയ്ക്കുന്ന ഒരു നിമിഷമാ ആരാധനാലയം. ആരാധനയ്ക്ക് വരുന്നത് ഇരട്ടിയായി നിറയ്ക്കാനാണ്. നമ്മളെ ശൂന്യ അവസ്ഥകളെ മാറ്റി നിറച്ചു പുറത്തു കൊണ്ടുവരാൻ. അത് പൂർണ്ണമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായി ദൈവതയും നമ്മളെ നിറച്ച് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അത് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ചെയ്യാൻ പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. ഒരു വാക്യം ഓടിച്ച് നമ്മളൊന്ന് വായിക്കാം. സ്തോത്രം. 112 സങ്കീർത്തനത്തിനകത്ത് 1 വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. അത് കഴിയുമ്പോൾ നമുക്ക് വചനത്തിലേക്ക്, നമ്മുടെ യഥാർത്ഥ ദൈവത്തിന്റെ ദൂതിലേക്ക് കയറാം. സ്തോത്രം. യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ കൽപ്പനകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ആരാണ് ഭാഗ്യവാൻ? ആരാ ഭാഗ്യവാൻ? കർത്താവിന്റെ കൽപ്പന അത്രയ്ക്ക് സുഖമുള്ളതാണോ? മനുഷ്യ ബുദ്ധി നോക്കിക്കഴിഞ്ഞാൽ വലിയ സുഖമുള്ളതല്ല. ആത്മീയ ബുദ്ധി നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ സുഖമുള്ളതാണ്. അതിനപ്പുറത്തൊരു സുഖം വേറെ ഇല്ല. അതിനപ്പുറത്തൊരു പ്രത്യാശയില്ല. അതിനപ്പുറമായ ഒരു വിടുതലില്ല. ഒരു ജഡപ്രകാരം ചിന്തിക്കുമ്പോൾ അത് കഷ്ടമായിട്ട് തോന്നുന്നുവെങ്കിൽ ആത്മീയ പ്രകാരം ചിന്തിക്കുമ്പോൾ അത് കഷ്ടമല്ല, കഷ്ടത്തെ ജയിക്കുന്നതാണ്. സ്തോത്രം. ആ വാക്യം ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്തുവാ? യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ കൽപ്പനകളെ ഇഷ്ടപ്പെടുവിൻ. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇല്ലയോ? ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെടാതെ അതൊരിക്കലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഭൂരിപക്ഷം പേരും ഇഷ്ടപ്പെടാത്തവരാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ പറ്റാതെ. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ. എന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാന്ന് കൂട്ടിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുക, എടാ ഇത് രാത്രിയല്ല, പകല. എന്റെ ബുദ്ധി അതിന് സമ്മതിക്കൂ? എന്റെ ബുദ്ധി എന്ത് പറയും? ഞാൻ രാത്രി 10 മണിക്ക് ഇപ്പൊ ചോറെല്ലാം ഉണ്ടൊക്കെ വന്നിരുന്നേ ഉള്ളൂ. 10 മണിയാണ്. അതെങ്ങനെ പകലാവുന്നേ? ദൈവം പറയണ ഇന്ന് പകലായിരുന്നു. എന്റെ സ്വഭാവത്തിൽ ഞാൻ പറയാം, ഞാനത് വിശ്വസിക്കും. ഞാൻ അപ്പോഴും വിളിച്ചു പറയുക, ഇത് പകല് 10 മണിയാണ് എന്ന് പറഞ്ഞ് വിളിച്ചിറങ്ങുമ്പോ ഇത് കണ്ടോണ്ടിരിക്കുന്നോ പറയുന്നത് ഈ പൊട്ടനാണോ, ഇവന് കിളി പോയോന്ന് ചോദിക്കും, ഇവൻ ഭ്രാന്തനായോന്ന് ചോദിക്കും. ഇല്ലയോ? ചോദിക്കൂ ഇല്ലയോ? ചോദിക്കും. പക്ഷെ അങ്ങനെ ഇറങ്ങി തിരിച്ച ദൈവദാസന്മാരൊന്നും പിന്നിലോട്ട് ചിന്തിച്ചിട്ടില്ല. അവരെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചവരെല്ലാം പിന്നിലോട്ട് പോയിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞാൽ
മറ്റുള്ളവർക്ക് എന്ത് തോന്നും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് കരുതും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയും എന്ന് ചിന്തിച്ചവരെല്ലാം പരാജയപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. ഞാനിത് പറയും, കാര്യം എന്റെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച്. ദൈവം പറഞ്ഞാൽ പകല, ദൈവം പറഞ്ഞാൽ രാത്രിയാണ്. ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ കൂടെ കൊണ്ടുവന്നപ്പോ കർത്താവ് രാത്രി കൊണ്ടുവരുമ്പോഴും പകലാട്ടാ തോന്നിയവർ. അത്രയ്ക്ക് വെളിച്ചം അവിടെ വെളിപ്പെട്ടത്. അതിന്റെ പിന്നാലെ പിന്തുടരുന്ന ഫറവോന്റെ ജനത്തിന് അത് രാത്രിയായിട്ട് തോന്നിയിരുന്നു. ഇത് പ്രിയ മക്കളെ, കർത്താവ് എന്തു പറയുന്നു അതിനെ ചെയ്യുന്നവനെ, അനുസരിക്കുന്നവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത്. മറുത്തു പറയുന്നവനെയും കർത്താവിനെതിരെ കർത്താവിനെ ചിന്തിപ്പിക്കുന്നവനെയും കർത്താവിന് വേണ്ട. കർത്താവ് നമ്മളെ ചിന്തിപ്പിക്കും. പക്ഷെ അവിടെ ആ ചിന്തകളെ മാറ്റി ദൈവത്തിന്റെ വചനത്തെ മുറുകി പിടിച്ച് കർത്താവ് എന്തു പറയുന്നു അത് അനുസരിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ശത്രുക്ക് മേശക്ക് അബേദ്നെഗോവ് തീ ചാടാൻ പറഞ്ഞു, അവരെ തീയിലോട്ട് ഇടാൻ പറഞ്ഞു. കാര്യം എന്തുവാ? ദൈവ കൽപ്പനകൾ രാജാവ് കൊണ്ടുവന്ന കൽപ്പനകളുടെ നെഹെമ്യാ രാജാവ് കൊണ്ടുവന്ന കൽപ്പനകളുടെ കാട്ടി വലുതാണ് ദൈവ കൽപ്പന എന്ന് അവർ വിശ്വസിച്ചു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ ലോക അധികാരികൾക്കോ അല്ലെങ്കിൽ ലോക മനുഷ്യനോ നമുക്ക് സമാധാനം തരാൻ തരുവാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ചിന്തിച്ചൊരു വിഷയമാണ്. ഒരു ലോകത്തിന്റെ ഒരു അധികാരിക്കും ലോകത്തിന്റെ ഒരു നിയമത്തിനും അല്ലെങ്കിൽ ലോകപരമായി ജീവിക്കുന്ന ലോകപരമായുള്ള ഭരണഘടനകൾക്കോ സമാധാനം തരാൻ പറ്റത്തില്ല. നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ദൈവം നമ്മെ പറ്റൂ. കാര്യം എന്തുവാ? ദൈവം നമ്മളെ ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് സമാധാനം തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് മറ്റവർക്കെല്ലാം ആശ്വാസ വാക്കുകൾ പറയാം, ആശ്വസിപ്പിക്കാം, പക്ഷേ ആശ്വാസം തരാൻ പറ്റുന്നില്ല. തരണമെങ്കിൽ ആര് തരണം? കർത്താവ് തരണം. ശത്രുക്കൾ മേശക്ക് അബേദ്നെഗോവ് അന്ന് നെഹെമ്യാ രാജാവ് പറഞ്ഞ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ടാണ്. കാര്യം എന്തുവാ? ദൈവ കൽപ്പനയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തു, ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. കാര്യം, ഞങ്ങൾ ദൈവത്തെ നമസ്കരിക്കത്തുള്ളൂ, ദൈവത്തെ ഞങ്ങൾ ബഹുമാനിക്കത്തുള്ളൂ, ദൈവം പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായി കേൾക്കത്തുള്ളൂ, ദൈവത്തിന് ഞങ്ങൾ വില കൊടുക്കുന്ന, അല്ലാതെ മനുഷ്യനല്ല, മനുഷ്യന്റെ ചട്ടങ്ങൾക്കല്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവരെ എന്ത് ചെയ്തേ? തീയിലെറിഞ്ഞത്. തീയിലെറിഞ്ഞെന്ന് പറഞ്ഞ് അവര് വെന്തുപോയോ? അപ്പോൾ ദൈവവചന പ്രകാരം ഇറങ്ങി വരുന്നവന് ദൈവവചന പ്രകാരത്തെ ഇഷ്ടപ്പെട്ട് ദൈവവചന പ്രകാരം ഇറങ്ങി തിരിക്കുന്ന ദൈവമക്കൾക്ക് പ്രതികൂലമുണ്ട്. പക്ഷേ ദൈവവചനത്തെ നീ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രതികൂലത്തെ ആ ദൈവവചനത്താൽ ദൈവവേദന ജയിക്കും. ഒരിക്കലും ആ പ്രതികൂലം ആ ദൈവജനത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തകർക്കുവാനോ തൊടുവാനോ നശിപ്പിക്കുവാനോ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ യേശുവിനെ അനുഭവിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുറത്ത് വന്നിട്ട് ഇന്ന് പകലാന്ന് ഞാൻ വിളിച്ചു പറയും, ആരോടും പറയും. കാര്യം എന്തുവാ? ഞാൻ യേശുവിനെ അനുഭവിച്ചു. കർത്താവ് യേശു എന്തു പറഞ്ഞാലും എനിക്ക് അതാ ശരി, ഞാൻ അതാ വിശ്വസിക്കുന്നത്, ഞാൻ അതാ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് യേശു എന്നോട് എന്ത് പറഞ്ഞാലും എനിക്ക് ബന്ധങ്ങളോ സ്വന്തങ്ങളോ വ്യക്തികളോ വ്യക്തിബന്ധങ്ങളോ ഒന്നും അല്ല പ്രാധാന്യം. എനിക്ക് പ്രാധാന്യം ആരാ? കർത്താവ് യേശുപതന എന്നോട് എന്ത് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കും. അപ്പോഴും ഞാൻ എന്റെ തെറ്റിനെ തിരുത്തേണ്ടതും എന്റെ കുറവുകളെ തിരുത്തേണ്ടതും ആര് പറയണം? കർത്താവ് പറയുന്ന പ്രകാരം ഞാൻ തിരുത്തത്തുള്ളൂ. അല്ലാതെ മനുഷ്യൻ പറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്തത്തില്ല. ഞാൻ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ ദൈവം ഇടപെടണം, ദൈവവചനം ഇടപെടണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴേ വെളിപ്പെടുത്തും, ഇന്ന ഭാഗത്ത് നീ എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റിനെ ആരാ മാറ്റണ്ടേ? ദൈവം മാറ്റണ്ട, മനുഷ്യനാണോ? മനുഷ്യന് നമ്മളെ തെറ്റ് മാറ്റാൻ പറ്റുമോ? തെറ്റിനെ ക്ഷമിക്കാൻ പറ്റുമോ? ആർക്കാ ക്ഷമിക്കാൻ പറ്റുന്നേ? മാറ്റാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ദൈവം എന്തു പറയുന്നു പൊട്ടനെ പോലെ അനുസരിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അല്ലാതെ ദൈവത്തിനോട് മതിർത്തു പറഞ്ഞ് ദൈവത്തിനെതിരെ നിൽക്കുന്നവരെ അല്ല ആർക്ക് വേണ്ടത്. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദൈവ കൽപ്പനകൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മാനുഷ്യ ബന്ധങ്ങൾക്കും മാനുഷ്യ കൽപ്പനകൾക്കും. സ്തോത്രം. ദൈവത്തിന് അപ്പുറമായ ഒരു മാനുഷ്യ ബന്ധമില്ലെന്ന് അത് തിരിക്കുക. ദൈവം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. ദൈവം ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ ഉയർച്ചയുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ നന്മയുണ്ട്. സ്തോത്രം. അത് പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റെടുത്ത് ദൈവസ്ഥലിൽ നിൽക്കുന്നവന് ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ചെയ്യാൻ പറ്റും, പ്രാപിക്കാൻ പറ്റും. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ കൽപ്പന ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവനെ എന്ത് ചെയ്യാൻ പറ്റും? അതനുസരിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അടുത്ത വാക്യോടൊന്ന് വായിക്കാം.
കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക് ദൈവമക്കളെ, ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവന്റെ സന്തതി ഭൂമിയിൽ എന്തെയും ബലപ്പെട്ടിരിക്കും. അവ ദൈവത്തെ കണ്ടിറങ്ങി തിരിച്ച കുടുംബങ്ങളെ ദൈവം നശിപ്പിക്കുവോ? തലമുറകളെ നശിപ്പിക്കുവോ? തലമുറകളെ നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. ദൈവത്തെ കണ്ടിറങ്ങിയെങ്കിൽ അവർ തലമുറ എന്ത് ചെയ്യും? അനുഗ്രഹം പ്രാപിക്കും. ഇന്ന് പല തലമുറകളും അല്ലെങ്കിൽ പല തലമുറകളും അനുഗ്രഹം പ്രാപിക്കുന്നുവെങ്കിൽ അവരുടെ പിതാക്കന്മാർ ഇറങ്ങിയതിന്റെ. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വന്ന് നിൽക്കുന്നതിന്റെ കാര്യം എന്റെ പിതാക്കന്മാര് വർഷങ്ങൾക്ക് മുമ്പേ അവർ ദൈവത്തിന് വില കൊടുത്തത് കൊണ്ടാണ് എനിക്ക് വന്നിറങ്ങാൻ പറ്റിയത്. സ്തോത്രം. എന്റെ പോളിസി എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് പോളിസി ഉണ്ട്. അത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. കാര്യം എനിക്ക് ദൈവം ഇഷ്ടമല്ലെങ്കിൽ എന്റെ അമ്മയോ അല്ലെങ്കിൽ എന്റെ സഹോദരനോ എന്റെ അപ്പനൊന്നും എനിക്ക് അപ്പനായിട്ട് ഞാൻ കാണത്തില്ല. ഞാൻ കാണുന്നത് മൊത്തം ദൈവത്തെയാണ്. കാര്യം എന്തുവാ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ ദൈവമക്കളായിട്ട് കാണും. അല്ലാതെ ഇന്ന ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്റെ പ്രാധാന്യം എല്ലാം ആർക്കാ? കർത്താവിന്. ഞാൻ പലപ്പോഴും സ്തോത്രം ഹല്ലേലൂയ എന്റെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഞാൻ കുടുംബത്തിനോ മക്കളെ നിങ്ങൾക്കൊന്നും അല്ല പ്രാധാന്യം തരുന്നത്, കർത്താവിനാ. കർത്താവ് എന്തു പറയുന്നത് അതേ ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ നിങ്ങളോട് പ്രാധാന്യം കണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യണമെങ്കിൽ ആര് പറയണം? ദൈവം പറയണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം പറയണമെങ്കിൽ ഞാൻ ചെയ്യും. അല്ലാതെ നിങ്ങളെ പ്രീതിയോ സ്നേഹമോ ഒന്നും അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ആരുടെ പ്രീതിയാണ്? ദൈവത്തിന്റെ സ്നേഹവും പ്രീതിയാണ്. എനിക്ക് ശത്രുക്ക മേശ കബോരിയോനെ പറ്റി പ്രസംഗിക്കുമ്പോൾ എനിക്ക് എത്ര പ്രസംഗിച്ചാലും തീരത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ചങ്കൂറ്റത്തോടെ മരണം മുന്നിൽ കണ്ടിട്ട് തീയിലേക്ക് വീഴുന്നത് കണ്ട് ദൈവം അവരോട് സംസാരിച്ചൊന്നുമില്ല. മോനെ നീ ധൈര്യമായിട്ടിടാ, ഞാൻ എന്റെ കൂടെ ഒന്നും പറഞ്ഞില്ല. അവന്മാര് പറഞ്ഞ ഒറ്റൊരു കാര്യം ഇതാ, അവന്മാർ അനുഭവിച്ചിട്ടില്ല. അതിൽ ഏറ്റവും വലിയ കാര്യം എന്തുവാ? അവര് പറയുന്ന സഹോദരങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 3 പേരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് പറയുന്നേ? ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചൊരു പ്രമാണമുണ്ട്. അപ്പൊ പിതാക്കന്മാർ ആരെ അറിഞ്ഞിട്ടുണ്ട്? ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരനുഭവിച്ചിട്ടില്ല. പക്ഷെ പിതാക്കന്മാര് പറഞ്ഞിരിക്കുന്ന പാതപ്രകാരം അവര് ജീവിക്കുന്നു. ഇവരും ദൈവമായിട്ട് ഡയറക്റ്റ് കാണുകയോ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പിതാക്കന്മാര് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾക്ക് അപ്പുറം ഇപ്പുറം അവർ ജീവിച്ചിട്ടില്ല. പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം പിതാക്കന്മാർ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരതിന്റെ പാത പിന്തുടർന്നു പോവുക. പക്ഷേ ഇവരെന്ത് ചെയ്തിട്ടില്ല? ദൈവത്തെ നാം ദൈവസാന്നിധ്യം ഇവർ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇവർക്ക് അറിയാം ഈ വഴി പോയാലേ ദൈവം എന്ത് ചെയ്യുന്നുള്ളൂ? അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവര് പറഞ്ഞിരിക്കുന്ന വചനത്തിനകത്ത് പറയുന്നു, എന്ത് പറയുന്നു? പിതാക്കന്മാര് സേവിച്ചു നിൽക്കുന്ന ദൈവമാണ്. പിതാക്കന്മാരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ബോധ്യത്തോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ മറ്റാരെ എന്ത് ചെയ്യത്തില്ല? നമസ്കരിക്കത്തില്ല, സേവിക്കത്തില്ല. അപ്പൊ പിതാക്കന്മാര് പറഞ്ഞു കൊടുത്തതാ. അപ്പൊ മാതാപിതാക്കൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊക്കെ എന്ത് ചെയ്തോണം? പറഞ്ഞു കൊടുത്തോണം. ആ കോച്ചിങ്ങിൽ കൊണ്ടുവന്നോണം, ആ ക്ലാസ്സിൽ കൊണ്ടുവന്നോണം. ഇല്ലേ, ചൊട്ടയിലെ ചുടല വരെയുമോ അതിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടോണം. ഓരോ നന്മ വരുമ്പോഴും, ഓരോ അനുഗ്രഹം വരുമ്പോഴും, ഓരോ വിടുതൽ വരുമ്പോഴും ദൈവം തന്നതാന്ന് പറഞ്ഞു കൊടുത്തോണം. ദൈവം തന്നതെന്ന് പറഞ്ഞു കൊടുത്തോണം. അപ്പോഴെന്ത് ചെയ്യും? തലമുറ നാളെ അവരുടെ അടുത്ത തലമുറ വരുമ്പോഴും അവരെന്ത് ചെയ്യും? ഓരോ നന്മയ്ക്കും ആരെ സ്തുതിക്കും? ദൈവത്തിന് നന്ദി പറയും. ദൈവത്തിന് നന്ദി പറയുന്ന ദൈവമക്കളെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. ദൈവത്തിന് നന്ദി പറയാത്തവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നന്ദി പറയുന്നവരെ മതി. ആർക്ക്? ദൈവത്തിന്. അപ്പോഴ് നമ്മൾ ദൈവത്തെ അറിഞ്ഞ സത്യം നമ്മൾ തലമുറയിലേക്ക് കൈമാറണം. തലമുറ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കണം. അവരെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവരെ ഏറ്റെടുക്കാൻ തുടങ്ങും. അവർക്ക് മനസ്സിലാവും ജീവനുള്ള ദൈവം എന്ന് തിരിച്ചറിയും. ഞാൻ ഈ ദിവസങ്ങളെല്ലാം ദൈവസ്ഥയിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. സ്തോത്രം. നമ്മളെ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ യുവാക്കൾ എഴുന്നേക്കണം. സ്തോത്രം. കുഞ്ഞുങ്ങൾ എഴുന്നേക്കണം. ഇവരെ അനേകം യുവാക്കൾക്ക് എന്ത് ചെയ്യണം? സ്തോത്രം. അനുഗ്രഹമായി പുറത്തു വരണം, അനുഗ്രഹമായി പുറത്തു വരണം. കർത്താവിനെ ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് യുവാക്കൾക്ക് ഭയങ്കര കഴിവാണ്. പക്ഷെ ആ കഴിവിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയങ്കര കഴിവ്, ഭയങ്കര ബുദ്ധി, കഴിവ്, ജ്ഞാനം എല്ലാം ഉണ്ട്. സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറയാം. സ്തോത്രം. ഒരു 60 വയസ്സുള്ള ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ മൊബൈലിന്റെ പകുതി കാര്യങ്ങൾ അറിയത്തില്ല. ഭൂരിപക്ഷം പേർക്കും അറിയത്തില്ല. അറിയാമോ? ടച്ച്
മൊബൈൽ ഉപയോഗിക്കാൻ പോലും കൂടുതൽ പേർക്ക് അറിയത്തില്ല. എല്ലാവർക്കും നമ്പർ മൊബൈൽ പണ്ടത്തെ ആണെങ്കിൽ പിന്നെ വിളിക്കും. കാര്യം ഇവര് ലൈൻ ഫോൺ കണ്ടു വളർന്നത്. പക്ഷെ ഇന്നത്തെ അമികാലിൽ 1.5 വയസ്സുള്ള കൊച്ചിന്റെ ഇത് കൊടുത്ത അവൻ ഇത് ഓണാക്കും. നമ്മൾ ഒരു ലോക്ക് ഒന്ന് അഴിക്കുന്നവർ കാണിട്ട് ഇച്ചിരി കഴിയുമ്പോൾ അവന്റെ കൊടുത്താൽ അവൻ ഈ ലോക്ക് അഴിച്ച് ഓരോന്ന് അവ എടുത്തിട്ട് അവൻ നമ്മൾ എടുക്കുന്ന പോലെ ഏതെല്ലാം പാട്ട് എവിടെ എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം എന്ത് ചെയ്യാം. അങ്ങനെ ബുദ്ധി ഭയങ്കര കഴിവോ ബുദ്ധിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ എന്താ ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ ഈ 60 വയസ്സുള്ള ആൾക്കാരുടെ അടുത്ത് ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇടപെടണം, എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്കറിയാം. അവർക്ക് പല കാര്യത്തെ കുറിച്ച് ബുദ്ധിയില്ലെങ്കിലും അവർക്കറിയാം എവിടൊക്കെ എന്തൊക്കെ കൊടുക്കണം, എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം അറിയാം. പക്ഷെ ഈ പുതിയ തലമുറയ്ക്ക് ബുദ്ധി ഉണ്ടായാലും ഈ എന്തൊക്കെ എവിടൊക്കെ ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നില്ല, ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പൊ അവരെ ചെയ്യിക്കുന്നതെല്ലാം ഗൂഗിൾ മാപ്പാണ്. ചൊറിച്ചിലുണ്ടോ, ഇന്നെടുത്ത് ചൊറിയുന്നത് എന്ന് പറ, ഉടനെ അതിന്റെ 10 ഉത്തരം വരും. അതിനെ ഫോളോ ചെയ്തു ഇല്ലേ? അതിനെ ഫോളോ ചെയ്യും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞേ. പണ്ട് ഗൂഗിളൊന്നും ഇല്ല. 60 വയസ്സുകാരൻ്റെ അടുത്ത് ഗൂഗിളിന്റെ കാര്യം പറഞ്ഞാൽ നടക്കത്തില്ല. അവന്റെ ചിന്തയിൽ വരും പല കാര്യങ്ങൾ. അവൻ കേട്ടതും പഠിച്ചതുമായ ചില കാര്യങ്ങളുണ്ട്. അവന്റെ പാരമ്പര്യങ്ങൾ, അവന്റെ പിതാക്കന്മാർ അവനെ പഠിപ്പിച്ചു കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. അതേ വരത്തുള്ളൂ. അത് കറക്റ്റ് റൂട്ടായി. ആണോ ഇല്ലയോ? ഒന്നും വേണ്ട. ഞാൻ സ്തോത്രം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉപയോഗിക്കുന്നത് വഴി ചോദിപ്പില്ല. എല്ലാം ഇതിനകത്തുള്ള പരിപാടി. ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ ഒരു വഴി ഇട്ട് തന്നതാ, അവരിട്ട് തന്നതാ. ഞാൻ പോകുന്നത് 4 വട്ടം ചെന്നത് പോലീസ് സ്റ്റേഷനകത്താണ്. പോലീസുകാർ ലാസ്റ്റ് ഇറങ്ങി ഒന്ന് ചോദിച്ചു എന്ത് പ്രശ്നമെന്ന് ചോദിച്ചു. ഈ 4 വട്ടം ഈ വണ്ടി കറങ്ങി അതിനകത്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നടുത്ത് പോകണം. പുള്ളി വന്ന് അതിലെ എല്ലാ വഴി കൂടെ കയറി അപ്പുറത്തേലാണ്. ചേച്ചി പറഞ്ഞു തരുന്ന വഴികളാണ് എന്ന് പറഞ്ഞ് പല വഴിയിലും എന്നെ ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരിടത്ത് തെറ്റിച്ചെന്ന് പറഞ്ഞ് പല വഴിയിലും. പഴയ ആൾക്കാരുടെ അടുത്ത് ഈ വഴിയൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവര് ചോദിച്ചറിയും. ഇപ്പോഴത്തെ തലമുറ ഭയങ്കര ബുദ്ധിയുള്ളവരാ. ചിലവർ പറയാം പടിഞ്ഞാറോട്ട് പോയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞാൽ മതി. പടിഞ്ഞാറ് ഇവിടെ കിഴക്കെന്ന് അറിയത്തില്ല, വലത്തറിയത്തില്ല, ഇടത്തറിയത്തില്ല. പുതിയ തലമുറക്കെല്ലാം നമ്മൾ വലത്തും ഇടത്തും പറഞ്ഞു കൊടുക്കുന്ന മോനെ ഉണ്ണെന്ന് കഴിയാ വലത്തേക്ക് സ്തോത്രം. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ അവര് തിരിയും. സ്തോത്രം. പഴയ തലമുറക്ക് അതല്ല. കിഴക്കറിയാം, പടിഞ്ഞാററിയാം, വടക്കറിയാം, തെക്കറിയാം. അവര് ദിക്കുകൾ നോക്കിയിട്ട് പറയും ഇതാ കിഴക്കെന്ന് പറയും, പടിഞ്ഞാറെന്ന് പറയും. ഇന്നത്തെ തലമുറയ്ക്ക് അത് പറയാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിയുള്ള തലമുറയാണ്. ഞാൻ പറഞ്ഞതാ, ഇവർക്ക് ഇവരായിട്ട് സ്വയമായിട്ട് ചെയ്യാൻ ഒരു കഴിവില്ല. ഇവർക്ക് എല്ലാ കാര്യത്തെ കുറിച്ച് അപ്ഡേറ്റ് കഴിവുകളുണ്ട്, പക്ഷെ ഇവർക്ക് സ്വയം ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാപത്തിലേക്ക് പോകുന്നത്. ഇവർക്ക് പാപം എന്താണെന്നോ ശരി എന്തെന്നോ പല തലമുറയ്ക്കും അറിയത്തില്ല. ചിലരിൽ പോയി പെട്ട് കഴിയുമ്പോഴറിയുന്നു അയ്യോ ഇതെല്ലാം ഇത്രയും വലിയ പാപമായിരുന്നു, ഇത്രയും വലിയ തെറ്റായിരുന്നു. ഇതെല്ലാം ഇപ്പോഴത്തെ തലമുറ പിന്നെ മനസ്സിലായി വരുന്നു ഇല്ലേ? അപ്പോഴ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മളെ യുവാക്കൾ എഴുന്നേക്കണം. കർത്താവിന്റെ മഹത്വം അവരെ രുചിച്ചറിഞ്ഞ് അവര് കർത്താവിന്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരാരെ അറിയും? ക്രിസ്തു യേശുവിനെ അറിയും. ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവപൈതലിന്റെ മേൽ കയറി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് പോലൊന്നുമല്ല, കറക്റ്റ് ഗൈഡൻസേ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാ? പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ദൈവം കൊടുക്കാൻ ശക്തനാണ്. ദൈവം ധാരാളം കൊടുക്കുവാൻ ശക്തനാണ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു ദൈവമല്ലേ ഈ കാലഘട്ടത്തിനകത്ത് ഒരു ലോകപരമായ ഒരു പിശാചിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വഴിതെറ്റിക്കുവാൻ കഴിയത്തില്ല. അവൻ ഏത് കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും പരിശുദ്ധാത്മാവന്റെ ഉള്ളത്തിനകത്ത് പറയും നിനക്കിത് ശരിയല്ല, നിനക്കിത് ശരിയാണ്, ഇതിൽ കൂടെ നീ പോകും, ഇതാ നീ റൈറ്റ് ആയിട്ട് പോകുന്നത്, ഇതാ നിനക്കൊരു അനുഗ്രഹം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പറയും പരിശുദ്ധാത്മാവ് പറയും ഇത് നീ പോയി കഴിഞ്ഞാൽ നാശത്തിലേക്ക് പോകത്തുള്ളൂ. ആരുമായിട്ടുള്ള ബന്ധം പോവും, ദൈവമായിട്ടുള്ള ബന്ധം പോവും.
ഇതെല്ലാം പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവം ഇതെല്ലാം എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. പണ്ടത്തെ പിതാക്കന്മാർക്കും ദൈവമക്കൾക്കും ഇങ്ങനൊരു വെളിപ്പാടുകളായിരുന്നു എന്ത് ചെയ്ത് കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ആ വെളിപ്പാട് ദർശനം ഇന്നില്ല. സ്തോത്രം. ഈ കുണ്ട്രയിലുള്ള ഒരു ഫാമിലി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്തോത്രം. കോടിയുടെ ആസ്തിയുണ്ട്. ഒരു ദിവസം അച്ഛനും ഞാനോട്ട് പരിചയപ്പെട്ടപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ എങ്ങനെ അച്ഛൻ ഇത്രയും പൈസ വന്നേ? അപ്പൊ എന്റെ തോന്നി ഞങ്ങൾ വെറും വട്ടപൂജ്യമായ ഒരു കുടുംബമായി. 7-8 മക്കളുണ്ട്. അതിലെ 7ാമത്തവനെ ഞാൻ. ഒരു നന്മയോ അനുഗ്രഹവും ഇല്ല. കൂലിപ്പണിയും കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത്രയും പേരെ പോറ്റാൻ പോലും എന്റെ അപ്പനും അമ്മനും കഴിയത്തില്ലായിരുന്നു. നല്ലൊരു വീടില്ല, നല്ലൊരു പുരേട്ടമില്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിച്ചത്. സ്തോത്രം. എങ്കിലും എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പുള്ളി അന്നത്തെ 10ാം ക്ലാസ് എടുത്തതാ. പുള്ളിക്കാരൻ ഒരുപാട് എടുത്ത് തോറ്റു പഠിച്ച് എന്ത് ചെയ്ത് ഒരുപാട് സർട്ടിഫിക്കറ്റ് പുള്ളിയുടെ കയ്യിലുണ്ട്. ഇന്നത്തെ പോലെ ഒരു സർട്ടിഫിക്കറ്റിലല്ല, ഒരുപാട് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്ത് തോറ്റേന്റെ കിട്ടിയിട്ടുണ്ട്, ജയിച്ചേന്റെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാമായിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അന്ന് ടൈപ്പിന് പോയി ടൈപ്പ് തോറ്റേന്റെ ഉണ്ട്, ജയിച്ചേന്റെ ഉണ്ട്. ഇങ്ങനെ സർട്ടിഫിക്കറ്റിന്റെ ഒരു കൂട്ടം പുള്ളിയുടെ ഉണ്ട്. അങ്ങനെ ഗൾഫിലേക്ക് പുള്ളി സൗദി അറേബ്യയിലേക്ക് പോകാൻ വേണ്ടി പുള്ളിക്ക് ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി പുള്ളിക്കാരന് ഓക്കെ ആയി. പുള്ളി ആ ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കപ്പെടും. അവിടെ ചെന്ന് നിൽക്കപ്പെടും. ഒരു സൗദി അറേബ്യയിൽ ഒരു അറബി വന്നിട്ടുണ്ട്, കൂടെ ഒരു മലയാളിയും. ഈ മലയാളി സെലക്ട് ചെയ്യുന്ന ആളിനെയാണ് അവിടെ മൊത്തം സെലക്ട് ചെയ്യും. സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യൻ ആ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോയിരിക്കുക. ബാക്കിയുള്ളവരെല്ലാം ജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്, തോറ്റത് ജയിച്ചായിട്ട് വന്ന് ഒരു കെട്ടുണ്ട് പുള്ളിയുടെ. പുള്ളി ഇതുകൊണ്ടെല്ലാം പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മലയാളികൾ കയറുമ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന മലയാളിയാണ്. അറബി പറഞ്ഞു കൊടുക്കും. അറബി ഉടനെ കേട്ട് സ്വന്തം പറഞ്ഞിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യും. അന്ന് പുള്ളി കയറുന്നതിന് തൊട്ടു മുമ്പ് ആ ഹോട്ടലിനകത്ത് ഒരു ഫോൺ കോൾ വന്നു. അറബിക്ക് ഫോൺ കോൾ വന്നപ്പോ അറബി സ്തോത്രം ആ മലയാളി ആശുപത്രിയുടെ അടുത്ത് വന്ന് പോയി ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ. മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി പരാജയപ്പെട്ടു പോയത്. അന്ന് മൊബൈൽ ഇല്ലാത്ത കാലമായതുകൊണ്ട് ഫോൺ എവിടെ ഇരിക്കുക? താഴെ ലൈഫ് ഫോണാണ്. താഴെ ഹോട്ടലിന്റെ താഴെ റിസപ്ഷനിൽ ചെന്നാലേ ഫോൺ കണക്ട് ആവത്തുള്ളൂ. ആരാ വിളിക്കുന്നത് ചോദിച്ച് തിരക്കാൻ പറഞ്ഞു. മൊത്തം തിരക്കിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴ് ഈ മലയാളി എന്ത് ചെയ്തു? താഴെ പോയി ഈ ഫോൺ കോള് സ്തോത്രം അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ആരെ വിളിച്ച്? ഈ അച്ഛനെ വിളിച്ച് അകത്തോട്ട്. അറബി പറഞ്ഞ നിൽക്കുന്ന കയറി വരാം. ഈ ഡോർ പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ കുറെ സർട്ടിഫിക്കറ്റോടെ നിൽക്കുന്ന അടുത്ത പുള്ളിയാ കയറുന്നത്. അയാളെ കയറ്റി വിട്ടിട്ട് നിങ്ങൾ പൊക്കോളാം. അറബി നോക്കിയപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നു. ഇവൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവനാണ്, ഇവൻ കഴിവുള്ളവനാണ്. ഇവനോട് സംസാരിച്ചപ്പോ ഒന്നും ഇവന് തിരിച്ചു പറയാൻ അറിയത്തില്ലെങ്കിൽ അറബിക്ക് മനസ്സിലായി ഇവൻ എന്തോ കഴിവുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരുത്തം വരത്തില്ല. അറബി എന്ത് ചെയ്ത് ഇയാളെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. മറ്റേ ആൾ വരുമ്പോ ഇവിടെ കാര്യങ്ങളെല്ലാം കഴിക്കും. ഈ പുള്ളിക്കാരൻ അങ്ങനെ കയറിപ്പോയി. പുള്ളിക്കാരന് ഗൾഫിൽ ചെന്നപ്പോ കിട്ടിയിരിക്കുന്ന സീറ്റും ജോലി അങ്ങനത്തുള്ളതായിരുന്നു. പുള്ളിക്കാരൻ ഇന്ന് കോടിയുടെ ആസ്തിയെ പോലെ ഉണ്ടായി. അപ്പൊ പുള്ളി എപ്പോഴും പറയാറുണ്ട്, ഇതെല്ലാം കിട്ടിയാലും ഞാൻ ആരെയും മറക്കത്തില്ല, എന്റെ ദൈവത്തെ മറക്കത്തില്ല. അന്ന് ആ റൂമിലേക്ക് കയറുമ്പോൾ ഞാൻ നിലവിളിച്ചാ കയറുന്നത്. എന്റെ ദൈവമേ, കാര്യം എന്താ പറയുക, പല ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഈ സർട്ടിഫിക്കറ്റ് ഒരുപാട് കണ്ടിട്ട് എന്നെ കേട്ടിട്ടില്ല, അകത്തോട്ട് കേട്ടിട്ടില്ല, എന്നെ ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ. കാര്യം തന്നെ മണ്ടനായോണ്ട് അത്രയും സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്ന് ഇറങ്ങിപ്പോകുന്നു പറഞ്ഞു വിടുമായിരുന്നു. പക്ഷേ അന്ന് ആ അറബിയുടെ കണ്ണ് ദൈവം തുറന്നു. ഞാൻ ആ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോ അറബി പറഞ്ഞു, പണ്ട് മണ്ടനെന്ന് കണ്ട സർട്ടിഫിക്കറ്റിനെ അറബി നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ ആ കഴിവുള്ളവൻ, ഇവൻ മതി എന്ന് പറഞ്ഞു. അന്ന് എന്നെ സെലക്ട് ചെയ്തു. ഇതേപോലെ ദൈവമക്കളെ, നമുക്ക് ദൈവം ഏത് നിമിഷമാണ് നമ്മളെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒറ്റ സെക്കൻഡ് മതി നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ മാറാൻ, നമ്മളെ ജീവിതത്തിന്റെ അവസ്ഥ മാറാൻ. കാര്യം എന്തുവാ? എന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തിനകത്ത് വിശ്വസിച്ച് നിൽക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം ചെയ്യാൻ പറ്റും, പ്രാപിക്കാൻ പറ്റും. നമുക്ക് ഒരു ചർച്ച കോള് വേണം, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് തരാൻ ഒറ്റ സെക്കൻഡ് മതി. വിരിച്ചൊരുക്കിയ മാളിക കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോഴത് നമുക്ക് വെളിപ്പെടും.
സമയമാകുമ്പോൾ വെളിപ്പെടും. ദൈവം എന്ത് തന്നാലും ഞാൻ ഒരു കാര്യം എന്ത് പറയാ, ദൈവമക്കളോട് പറയാം. സ്തോത്രം. ദൈവമക്കളോട് പറയാം, ഇന്ന് സ്തോത്രം നമുക്കൊരു വാഹനം വേണം. ഞാൻ ഇന്ന് ദൈവമക്കളോട് പ്രാർത്ഥനയ്ക്കുള്ള മർമ്മമാണ് പഠിപ്പിച്ചു തരുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ട രീതിയാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. നമുക്കൊരു വാഹനം വേണം. ദൈവസന്നിധി അങ്ങോട്ട് ഇരുന്നിട്ട് എനിക്ക് 45 ലക്ഷം രൂപയുടെ ബെൻസ് കാറ് വേണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, എനിക്കും എന്റെ കുടുംബത്തിനും പോകാൻ ഒരു വാഹനം ദൈവം തരണം. എനിക്കൊരു വാഹനം അത്യാവശ്യമാണ്. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വാഹനം എന്റെ കൈ വരണം. ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് ദൈവമക്കളെ. കർത്താവ് ഒരു വാഹനം തരും. തൃപ്തിപ്പെട്ടോണം. പല ദൈവമക്കൾക്കും പെടാൻ പറ്റാത്ത ഇതാ എന്തുവാ, ആഗ്രഹിച്ച് വേറെ കാര്യമായിരിക്കും, കിട്ടുന്ന ചിലപ്പം വേറെ ആയിരിക്കും. അതിനകത്ത് എന്ത് ചെയ്തോണം? ആദ്യം ദൈവം തരുന്ന ഒരു പരീക്ഷയെ തൃപ്തിപ്പെടണം. കർത്താവ്, എനിക്കിത് ഉപയോഗിക്കാനുള്ള ഭാഗ്യമുള്ളൂ, എനിക്കിത് കിട്ടിയിരിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമേ, ഞാൻ കാലം കൊണ്ട് ആഗ്രഹിച്ചതാണ്. സ്തോത്രം, മഴ കൊള്ളാതെ, വെയിൽ കൊള്ളാതെ, അല്ലെങ്കിൽ സ്തോത്രം നടന്നു പോയിക്കൊണ്ട് എനിക്ക് അല്ലെങ്കിൽ സൈക്കിളിൽ പോയിട്ടിരിക്കുന്ന എനിക്ക് ദൈവം തന്നൊരു വാഹനമാണ്. ഈ 2 വീലർ ആവട്ടെ, ദൈവം എന്നെ ശ്രേഷ്ഠമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി ഒന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ട് ഒന്ന് ഉപയോഗിക്കാൻ നോക്ക്. സ്വർഗം തുറക്കാൻ തുടങ്ങും. നമ്മൾ ആ അനുഗ്രഹത്തെ പിന്നധികം പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ചതിനും നിലച്ചതിനും അപ്പുറമായ ആര് തരാൻ പോകുന്നത്? ദൈവം തരാൻ പോകുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്നതിനകത്ത് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടുവാൻ ഒരു മനസ്സുണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് റിസൾട്ട് കിട്ടി, മതി കർത്താവേ, ഇത്രയും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തല്ലോ. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ ബുദ്ധി ഇത്ര കാലം തുറന്നല്ലോ, ദൈവം ഇതിനപ്പുറത്തെ രീതിയിലേക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. തൃപ്തിപ്പെട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, നന്ദി പറ. ദൈവം അടുത്ത വിജയം കുഞ്ഞുങ്ങൾക്ക് വേറെ ലെവലായിരിക്കും. സ്തോത്രം. ഇത് കേൾക്കുന്ന പിള്ളേരെല്ലാവർക്കും പാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പഠിക്കുകയൊന്നും വേണ്ട, കിട്ടുന്നത് വെച്ചിട്ട് അത് വരണല്ല, അധ്വാനിച്ചിട്ട് കിട്ടുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അധ്വാനിച്ചിട്ട് കിട്ടിയത് ഇത്രയും ആയിപ്പോയല്ലോ എന്നല്ല. അധ്വാനിക്കാൻ കഴിവ് തന്നിട്ടും അധ്വാനിക്കാതെ ഇത്ര ആയിപ്പോയെന്നോ അവന് പരാതി പറയാം. സ്തോത്രം. ദൈവം എന്ത് തന്നാലും എന്ത് ചെയ്തോണം? ഞാൻ പറഞ്ഞത് വേറെ അല്ല, കൃപയല്ല, ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു കേട്ടോ. ഇനി അടുത്ത റിസൾട്ട് വരുമ്പോൾ ഇത് പറഞ്ഞാൽ മതിയാണ്. സ്തോത്രം. സ്തോത്രം. അമിത ഇന്ന് അറിയാതെ എക്സാം നടന്നു. ആ എക്സാമിൽ ആദ്യം കൂടെ വയ്ക്കും, കർത്താവ് കൂടെ വയ്ക്കും. ആ പ്രിയമോക്ക് വേണ്ടി പാർശ്വപാത ദൈവം പറഞ്ഞു കൂടെ നിൽക്കും, ദൈവം കൂടെ വയ്ക്കും. അതുപോലെ നീര് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നീര് പറഞ്ഞു, പിറ്റേന്ന് പറഞ്ഞു ഞാൻ മറന്നു പോകുന്നു പറഞ്ഞു. പിറ്റേന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോ എക്സാം കഴിഞ്ഞപ്പോ പറഞ്ഞു ഞാൻ എല്ലാം എഴുതിയെന്നു. അവിടെ ഒരു കുരുക്കുണ്ടായി, വേറെടുത്ത് മറുപടി എഴുതി, അവിടെ ദൈവം ചെയ്തോളൂ, അത്ഭുതം ചെയ്തു. അത് വിശ്വസിച്ച് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയില് നമ്മുടെ അനുഗ്രഹങ്ങളുടെ സ്തോത്രം എങ്ങനെ അനുഗ്രഹം ഉണ്ടാവുമെന്നൊന്ന് പ്രാർത്ഥിക്കില്ല. നമുക്ക് എന്ത് കിട്ടിയാലും എന്തിക്കണം? തൃപ്തിപ്പെട്ട ആർക്ക് മഹത്വം കൊടുത്തോണം. അപ്പോഴാ ദൈവം വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ വിചാരണാക്കിക്കൊണ്ടിരിക്കും. ചെറിയ കാര്യത്തിലേക്ക്, വലിയ കാര്യത്തിലേക്ക്, നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ആ നന്മയിലേക്ക് ആര് കൊണ്ടുവരും? കർത്താവ് കൊണ്ടുവരും. നമുക്കൊരു വരുമാനം കിട്ടിയോ, കൈ അങ്ങോട്ട് വെച്ചങ്ങോട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇത്രയും ദൈവം തന്നല്ലോ, ഇത് നീ യോഗ്യനാണല്ലോ. അല്ലാതെ അപ്പുറത്താളിന് കൊടുത്ത് ഇപ്പുറത്താളിന് കൊടുത്തത് നോക്കിക്കൊണ്ടിരിക്കല്ലേ, അത് ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. അത് പിശാചിന്റെ തന്ത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നിനക്ക് യോഗ്യമുള്ളത് ദൈവം തന്നിരിക്കുന്നത്, നീ അതങ്ങോട്ട് ഏറ്റെടുത്ത് അങ്ങോട്ട് കരങ്ങളിലോട്ട് ദൈവത്തെ അനുഗ്രഹിച്ചു, ദൈവം തന്ന നന്മയെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥില്. ഇതിനെ ഇരട്ടിയാക്കുവാൻ ആർക്ക് കഴിയും? എന്റെ ദൈവത്തിന് കഴിയും. പലപ്പോഴും നമ്മൾ തൃപ്തിപ്പെടാത്തത് കൊണ്ട് ദൈവത്തിന്റെ വാക്തത്വം പ്രാപിക്കുവാൻ കഴിയാത്തത്, ദൈവത്തിന്റെ ദൂത് പ്രാപിക്കുവാൻ കഴിയാത്തത്. ദൈവം നമ്മളോട് ദൂത് പറഞ്ഞത് നമ്മുടെ യോഗ്യതകൾക്കും അപ്പുറമുള്ള നന്മകളെ ദൂത് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ നമ്മളെ യോഗ്യതകൾക്കും അപ്പുറമുള്ള ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളിനകത്ത്, ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലത്തിനകത്ത് നീ തൃപ്തിപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചോ. അപ്പ ഈ പ്രതികൂലം കടന്നു വന്നെന്ന് പറഞ്ഞു, ഈ കഷ്ടം കടന്നു വന്നെന്ന് പറഞ്ഞു, ഈ ശോധന വന്നെന്ന് പറഞ്ഞു, ദൈവമേ ഞാൻ മാറിപ്പോകത്തില്ലപ്പാ, എനിക്ക് എന്റെ ദൈവത്തിന് മാത്രമേ എനിക്ക് മറുപടി തരുവാൻ കഴിയത്തുള്ളൂ, എന്റെ ദൈവത്തിന് മാത്രമേ എന്നെ അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ, എന്റെ ദൈവത്തിന് എന്നെ മാറ്റുവാൻ കഴിയും, എന്റെ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ ഉറപ്പോടെ നിനക്ക് കിട്ടിയിരിക്കുന്ന ശോധന മേലും പ്രതികൂലത്തിന് മേലും
ഇന്ന് പകരം ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, ഇന്ന് നീ തൃപ്തിപ്പെടുവാൻ തയ്യാറാണോ? കഷ്ടങ്ങളുടെ മധ്യയിൽ ദൈവത്തിനെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് തൃപ്തിപ്പെട്ട് ദൈവത്തിനെ ആരാധിക്കാൻ തയ്യാറാങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ശപിക്കുന്ന ഒരു ദൈവത്തെയല്ല ആരാധിക്കുന്നത്. ശാപത്തെ മാറ്റുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പൊ ഉണർവ് പകരുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. ക്ഷീണിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല, അത് ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല. ഉപേക്ഷിക്കപ്പെട്ടെടുത്തൊന്ന് വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യേശു ക്രിസ്തുവിനെയാണ് ഞാൻ നീയും ആരാധിക്കുന്ന പൂർണ്ണ ബോധ്യത്തോടെ തൃപ്തിപ്പെട്ട് ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹങ്ങളെ ദൈവം തരാൻ പോവുക. ചില വാഗ്ദത്തങ്ങളെ ഇന്ന് പകൽ ദൈവം തുറക്കാൻ പോവുക. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടണമെന്ന് കൽപ്പിക്കുമ്പോൾ ദൈവം തുറന്ന് ആ നന്മ നിന്റെ കുടുംബത്തിനകത്ത് പകരാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു എന്തൊക്കെ തന്നോ അതല്ല ഞാൻ തൃപ്തിപ്പെടുക. എനിക്ക് എന്തൊക്കെ തന്നോ അതല്ല എന്റെ അനുഗ്രഹമാണ്. എന്റെ യോഗ്യതകൾക്കും അപ്പുറമുള്ള അനുഗ്രഹമാണ്. അത് കഷ്ടമായാലും പ്രയാസമായാലും സങ്കടമായാലും ഇന്ന് പകല് ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവേ, ദൈവം തന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. യെസ്. ഹല്ലേലൂയ. സ്തോത്രം. തൃപ്തിപ്പെട്ടോ ദൈവം വലിയ കാര്യത്തിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുപോകാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. നമുക്ക് ഇന്ന് ഭാഗത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ഗലാത്യർ ലേഖനം സ്തോത്രം 1:5 മുതൽ ഒന്ന് വായിക്കാം. ഒരു മിനിറ്റ്. നിങ്ങളെ വിളിച്ച് കൃപയാൽ നിങ്ങളെ വിളിച്ച് വേർതിരിച്ച ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ വേറെ സുവിശേഷത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇന്ന് ജീവനുള്ള ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടും ദൈവത്തെ വിട്ട് ദൈവം പല നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തു. ജീവനുള്ള ദൈവമെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ആ ദൈവത്തെ വിട്ട് അല്പ ലാഭത്തേക്കും അല്പ സുഖത്തിലേക്കും നീ തിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഞാൻ ആശ്ചര്യപ്പെടുന്നു. സ്തോത്രം. പലപ്പോഴും കർത്താവ് നമ്മളെ കുറിച്ച് ഇങ്ങനെ ആശ്ചര്യപ്പെടും. ഇത്രയെല്ലാം കൊടുത്തിട്ടും ഇത്രയെല്ലാം ദൈവം ചെയ്തിട്ടും അവന്റെ യോഗ്യതകൾക്കും അപ്പുറമായി ഞാൻ അവനെ വിളിച്ചു വേർതിരിച്ച് അവനെ വഴി നടത്തിയിട്ടും അവൻ ആരെ വിട്ടുമാറുക? എന്നെ മനസ്സിലാക്കാതെ പോകുന്നതിനെ കുറിച്ച് ആശ്ചര്യപ്പെടുക. സ്തോത്രം. അടുത്തത്, ചിലർ നിങ്ങളെ കലക്കി. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളെല്ലാം പഠിച്ച വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അന്ത്യകാലമാവും. സുവിശേഷത്തെ എന്ത് ചെയ്യുക? പല രീതിയിൽ കർത്താവായ യേശുവാണെന്ന് പറഞ്ഞു വരും. നിങ്ങൾ എന്ത് ചെയ്യല്ലേ? വഴിതെറ്റി പോകരുത്. ദൈവവചനത്തെ പൂർണ്ണ ബോധ്യത്തോടെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വഴിതെറ്റിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് സ്തോത്രം പ്രിയ മോള് അമേകാലിൽ സ്തോത്രം പറഞ്ഞൊരു വാക്യമുണ്ട്. എന്തുവാ? കർത്താവിന്റെ അടുത്ത് ഒരു രാജഭൃത്തൻ വന്നു. അത് വലിയ പോയിന്റാ. രാജഭൃത്തൻ വന്നിട്ട് പറഞ്ഞു, മകന് വേണ്ടി യാചിച്ചു. മകന്റെ രോഗത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി യാചിച്ചു. യേശു പറഞ്ഞു, വിശ്വാസത്തോട് നീ പൊക്കോ, നിന്റെ മകന് സൗഖ്യം വന്നു. അതിനുമ്പ് യേശു ഒരു വാക്യം പറയുന്നു, നിങ്ങൾ അത്ഭുതം കണ്ടിട്ടാ വിശ്വസിക്കും. പലർക്കും ഈ ഓരോ നന്മകളും അനുഗ്രഹങ്ങളും അത്ഭുതം കണ്ടിട്ടാ യേശുവിനെ. അങ്ങനല്ല വിശ്വസിക്കുന്നത്. യേശു പറഞ്ഞു കൊടുക്കുക, അങ്ങനല്ല വിശ്വസിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. എന്ത് പറയാ? നീ പൊക്കോ. രാജഭൃത്തനെ ഓർത്ത് എന്ത് ചെയ്തു? യേശു കൂടെ ചെല്ലുന്നു. യേശു കൂടെ ഒന്നും ചെന്നില്ല. യേശു കൂടെ ചെല്ലണ്ട. ഇന്ന് പ്രിയരെ മക്കളെ, യേശു എന്നോട് എപ്പോഴും ഉണ്ട്. ഞാൻ യേശുവിനെ ആരാധിക്കുന്നത്, യേശുവിനെ വിശ്വസിക്കുന്നത്, ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണെങ്കിൽ എന്റെ കൂടെ എപ്പോഴും ആരുണ്ട്? യേശുണ്ട്. യേശുണ്ട്. നീ സംശയിക്കണ്ട. രാജഭൃത്തനോട് പറയാ, അത്ഭുതം അടയാളം കണ്ടല്ല. എല്ലാവരോടും എപ്പോഴാ പറയുന്നത്? അത്ഭുതം അടയാളം കണ്ടാണോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്?
എന്റെ കൂടെ കൂടിയേക്കുന്നത്. എന്നിട്ട് രാജഭർത്തൻ പിന്നെ പറയുക, കർത്താവേ എന്റെ മോൻ സുഖമില്ല കിടക്കുക. അപ്പൊ അവരോട് പറഞ്ഞു, നീ പൊക്കൂ. പക്ഷേ ആ രാജഭർത്തൻ എന്ത് ചെയ്തു? പോകുന്ന പോക്കിൽ അവൻ വിശ്വസിച്ചു. ഞാൻ രോഗിയായിട്ട് എന്റെ മോൻ കിടക്കുക, മരിക്കാറായി കിടക്കുക എന്റെ മോൻ. ആ കിടക്കൽ കിടക്കുന്ന മകനെ കണ്ടിട്ട് ഞാൻ യേശുവിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. എന്റെ യേശു പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ രോഗിയായി കിടന്നിട്ട് ഞാൻ കണ്ട മകനെയല്ല കാണാൻ പോകുന്നത്, രോഗത്തിന് സൗഖ്യമായ മകനെ കാണാൻ പോകുന്നത്. യേശു എന്നോട് പറഞ്ഞിരിക്കുന്നു. അത് ആര് വിശ്വസിച്ചു? ആ രാജഭർത്തൻ വിശ്വസിച്ചു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, നീ സൺഡേ സർവീസിൽ വരുമ്പോൾ നീ വന്നതുപോലല്ല മടങ്ങി പോകേണ്ടത്. ഞാൻ വന്നത് പല പ്രശ്നങ്ങൾ കണ്ടോട്ട, പല പ്രതികൂലത്തിന്റെ മധ്യല്ല, പല രോഗത്തിന്റെ മധ്യല്ല, പല സാമ്പത്തിക വിഷയത്തിന്റെ മധ്യല്ല, മാനസികമായ ചില വിഷയത്തിനകത്താണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ മടങ്ങി പോകുന്ന അങ്ങനല്ല, വിടുതൽ പ്രാപിച്ച് മടങ്ങി പോവാ. എന്റെ യേശു ഈ നാലയത്തിനകത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഈ അടിപ്പിടരാ കരമനെ തൊട്ട് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആ അനുഗ്രഹം ഞാനും എന്റെ കുടുംബവും പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ ബോധ്യത്തോടെ യേശുവിന്റെ അടുത്ത് വന്നവൻ, ഈ ബോധ്യത്തോടെ ദൈവസഭയ്ക്കകത്ത് വരുന്നവൻ ഒരു ഞായറാഴ്ച മുടക്കത്തില്ല. അറിയുക എന്റെ വിടുതല ഞാൻ ചെന്നാൽ, ഞാൻ എന്റെ അവസ്ഥ മാറ്റുന്ന സ്ഥലമാണ് ഞാൻ ചെന്നാൽ. ഞാൻ പോയിരുന്ന് മുഴങ്കാല് മടക്കി ഞാൻ കണ്ണുനീരൊഴുക്കി അവിടെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെട്ട് തരുന്നതെല്ലാം എന്നെ ശക്തിപ്പെടുത്തുന്നതാ, ബലപ്പെടുത്തുന്നതാ. ഞാൻ ഇരുന്നത് പോലല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ നേരിട്ടതുപോലല്ല, അടുത്ത ആഴ്ച ഞാൻ ജയഘോഷത്തോട് നേരിടാൻ പോവുക. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ണുനീരോട് വിതച്ചെങ്കിൽ ആർപ്പോട് കൊയ്യുന്ന രീതിയിലേക്ക് അടുത്ത ആഴ്ച എന്നെ എന്റെ കുടുംബത്തെ ദൈവം കൊണ്ടുപോകാൻ പോവുക. ആ ആരാധന എനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. എന്തെല്ലാം പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും ഞാൻ ആരാധനയ്ക്ക് പോയിരുന്ന ദൈവത്തിൽ നിന്ന് എനിക്ക് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ആ പൂർണ്ണ ബോധ്യത്തോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കടന്നു വരുന്നുവെങ്കിൽ ദൈവജനം നിശ്ചയമായി ആ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് കുറച്ച് പോളിസിയോ സ്തോത്രം. ഒരു ദൈവസഭയോ ദൈവദാസനെയോ ദൈവമക്കളെയോ കൂടുതൽ കുറ്റം വിധിക്കാൻ ഞാൻ നിൽക്കത്തില്ല, കുറ്റം പറയാൻ നിൽക്കത്തില്ല. തെറ്റു പറയും. വചനത്തിന് വിപരീതമായി എന്തെങ്കിലും സഭ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവദാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ഇന്നത് വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കാര്യം നമുക്ക് ജീവിക്കാൻ ഒരു പ്രമാണം തന്നേക്കും എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ വിധിക്കത്തില്ല. നീ ശപിക്കപ്പെട്ടു പോകുന്നു, വിധിക്കത്തില്ല. പക്ഷെ നീ ഇങ്ങനെ പോയാൽ ശപിക്കപ്പെടും. കാര്യം എന്തുവാ? ഈ വചനത്തിന് വിപരീതമായി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ശപിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിധിക്കാതെ. എനിക്ക് സഭയ്ക്കകത്ത് ദൈവാസന്മാരിലെല്ലാം തെറ്റ് കാണുമ്പോൾ ഞാൻ പറയും, ഇതൊരു തെറ്റായ കാര്യമാണ് പറഞ്ഞു, അത് തെറ്റാണ്, അത് ശരിയല്ല. അത് ഒരിക്കലും ബൈബിൾ അതിനെ അനുവദിക്കുന്നില്ല, കർത്താവ് അനുവദിക്കുന്നില്ല. കാര്യം നമ്മളെ ദൈവം എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ അതിനോട് എന്ത് ചെയ്യത്തില്ല, എനിക്ക് ബുദ്ധിമുട്ട്. അതേപോലെ ഒരു ദൈവാസനെ ഞാൻ പൊക്കി പറയുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. കാര്യം ഇതോ, ഇവിടെ പൊക്കി പറയാൻ ഒറ്റ ഒരാളെ ഒരു കർത്താവായ യേശു. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനമുള്ളത്, ബലഹീന പാത്രം. ഒരു ദൈവദാസനെ നീ കുറ്റം പറയരുത്, ഒരു ദൈവദാസനെ നീ മുൻവിധിക്കരുത്. കാര്യം എന്തുവാ? ദൈവത്തിനെ മുൻവിധിക്കുന്ന തുല്യം. ദൈവത്തിന്റെ പുത്രനായിട്ട് ദൈവമാ തെരഞ്ഞെടുത്തെ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് ദൈവമാണ്, അല്ലാതെ നീ അല്ല. നിനക്ക് പറയാം ഇന്ന ഭാഗം തെറ്റാണ്, വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ മുൻവിധിക്കുവാനും ശപിക്കുവാനും ഉള്ള അധികാരം ആര് തന്നിട്ടില്ല? നമുക്ക് ദൈവം തന്നിട്ടില്ല. ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോഴേ പറയാറുണ്ട്, തെറ്റ് ചെയ്തിട്ടോ ഞാൻ പറയുന്നത് ഭാഗം തെറ്റാണ്, അത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശപിക്കാനും അമികാലിക സ്തോത്രം മുൻവിധിക്കാനും ഒന്നും ഞാൻ യോഗ്യനല്ല. കാര്യം എന്തുവാ? സ്തോത്രം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി എന്നോട് ദൈവം പറയാം എന്ന് പകലാന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കുന്ന ഒരാളാണ്.
കർത്താവ് എന്തു പറയുന്നു അത് വിശ്വസിക്കുന്ന ഒരാളാ ഏറ്റെടുക്കുക. അതുപോലെ ഒരു വ്യക്തി ഞാൻ പൊക്കുവാണെങ്കിൽ ഞാൻ പൊക്കത്തിലേക്കത്തില്ല. കാര്യം എന്തുവാ? പൊക്കാനും ഇല്ല, താക്കാനും ഇല്ല. കാര്യം പൊക്കുന്നത് ആരെയാ? ഞാൻ ഒരു വ്യക്തിയെ പൊക്കുന്നെങ്കിൽ ആരെ പൊക്കത്തുള്ളൂ? യേശുക്രിസ്തുവിനെ മാത്രമേ. കാര്യം എന്നെ പാപത്തിൽ നിന്ന് വലിച്ച് എഴുന്നേൽപ്പിച്ച് എന്നെ കൊണ്ടുവരുത്തിയിരിക്കുന്നത് യേശുക്രിസ്തു. അതുപോലെ ഒരാൾ എന്നോട് തെറ്റുകാരനാന്ന് പറഞ്ഞ് എന്നെ മുൻവിധിച്ചാൽ ഞാൻ പ്രതികരിക്കാൻ പോവാറുണ്ട്. കാര്യം എന്തുവാ? എന്നെ തെറ്റുകാരനോന്നോ അല്ലയോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? എന്റെ ദൈവം. എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? എന്നെ ക്ലിയർ ആക്കേണ്ട ആരാ? അതേപോലെ ഒരു കാര്യം ഞാൻ പറയാം ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ അമികാലേ സ്തോത്രം ഒരു സഭയ്ക്കകത്ത് നേരിടേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുക, സഭയ്ക്കകത്തിരുന്നു കൊണ്ട് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒറ്റ ഒരുത്തനും രക്ഷപ്പെടത്തില്ല. അവന്റെ കുടുംബം ശപിക്കപ്പെട്ടു പോകത്തേ ഉള്ളൂ. സഭ എന്ന് പറയുന്നത് നിനക്ക് കീഴ്പ്പെടുവാനുള്ളത്, സഭ എന്ന് പറയുന്നത് നിനക്ക് ഏറ്റെടുക്കാനുള്ളതാണ്, സഭ എന്ന് പറയുന്നത് ഭയപ്പെടുവാനുള്ളതാണ്. അവിടെ ദേവദാസനെതിരെ ആ സഭയ്ക്കെതിരെ കുത്തിക്കുറിപ്പ് ഉണ്ടാക്കുന്നവനെ കഴുത്തിന് പിടിച്ച് പുറത്തു കളയാനാ ബൈബിൾ പഠിപ്പിക്കുന്നത്. അവരെ സഭയ്ക്ക് തിരുത്തല്ലെന്നാ പറഞ്ഞത്. അതൊരിക്കലും എന്തില്ല. നമ്മളെ സഭയിലാണ് നമ്മൾ അപ്പോഴേ പറയാം ഇറങ്ങിപ്പോടാന്ന് പറയും. നമ്മള് സൂപ്പിച്ച് പിന്നെ ഇരുത്താൻ നിൽക്കത്തില്ല, എന്ത് ചെയ്യും? ഇറങ്ങിപ്പോൻ പറയും. പക്ഷേ നമ്മൾ സഭ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് സഭയ്ക്കകത്തിരുന്ന ദൈവജനം സഭയ്ക്കെതിരെ നീ ഇറങ്ങിപ്പോയാൽ നീ എവിടെ പോയാലും ശരിയാവത്തില്ല. നീ കണക്ക് കൊടുത്തേ പറ്റും. കാര്യം എന്തുവാ? സഭയുടെ കണ്ണുനീര് കിടപ്പുണ്ട്, ദൈവദാസന്റെ കണ്ണുനീര് കിടപ്പുണ്ട്. ഈ കണ്ണുനീരിലെല്ലാം എന്ത് ചെയ്ത് മറുപടി കൊടുത്തേ പറ്റും. അത് ബൈബിൾ പറയുന്ന കാര്യമാണ്. ബൈബിൾ പറയുന്ന പറയുന്നതിനകത്ത് തെറ്റില്ല. സ്വപ്നം വേറെ തെറ്റായിട്ടെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകയാണ്, ഇല്ലയോ? സ്തോത്രം. ദൈവം ഒരു ദൂത് തന്നെ മറന്നുപോയെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം തരുന്ന ദൂത് മറന്നു പോകത്തില്ല. ദൈവം തരുന്ന ദൂത് മറന്നു പോകത്തില്ല. മറന്നു പോകാതെ എനിക്കത് വീഡിയോ എടുക്കാനും റെക്കോർഡ് ചെയ്യാനും എനിക്ക് അധികാരം ദൈവം തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മോശക്കല്ല എത്ര വട്ടം റെക്കോർഡ് ചെയ്തേനെ, മോശ വീഡിയോ എടുത്തേനെ, ഇല്ലയോ? സ്തോത്രം. കൽപ്പലകയുമായി മോശകാലം വരുമ്പോൾ ദൈവജനം നീതിയോട് ദൈവത്തെ മറന്ന്, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് ദൈവം വിടുവിച്ച് അടിമത്തത്തിൽ ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയെ ദൈവത്തെ മറന്നിട്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുന്ന കണ്ടപ്പോൾ മോശ ചെയ്തു കിട്ടിയ കൽപ്പന എടുത്ത് ഒറ്റേറിയത്. അത്രയ്ക്ക് ദേഷ്യമുണ്ടായി. മോശ അങ്ങനെ ദേഷ്യപ്പെടുന്ന മനുഷ്യനല്ല, സഹിഷ്ണുതയുള്ള മനുഷ്യനാണ്. പിന്നെയും കർത്താവ് ആ കൽപ്പന വീണ്ടും എഴുതി കൊടുത്തു. അത് അപ്പോഴല്ല, കുറെ നാൾ കഴിഞ്ഞ് ആ കൽപ്പനകൾ നശിപ്പിച്ചതിന്റെ എല്ലാം അനുഭവങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തേ? വീണ്ടും കൊടുത്തു. കാര്യം ദൈവജനം വഴിതെറ്റി പോവല്ലേ. വീണ്ടും ദൈവജനം ദൈവസന്നിധിയിൽ വന്ന് സറണ്ടറായി നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പിന്നെ അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിക്കാൻ തുടങ്ങി. കാര്യം വാഗ്ദത്തം പറഞ്ഞ ദൈവമാണ്. എന്നെ എന്റെ കുടുംബത്തിൽ നിന്നകത്ത് വാഗ്ദത്തം തന്ന ആരാ? കിങ്നിഷ്മയിൽ വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റേണ്ട കർത്താവ്. നമ്മളിൽ കുറവുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് നിർത്തി വാഗ്ദത്തം തരും. ആര്? ദൈവം തരും. കാര്യം എന്തുവാ? വാഗ്ദത്തം പറഞ്ഞ ആരാ? കർത്താവ്. മനുഷ്യനാണോ പറഞ്ഞേ? നമ്മൾ പിന്നെ എന്തിനാ മനുഷ്യനെ ഭയപ്പെടുന്നത്? നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ ദൈവമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം കൊണ്ടിരുത്തുമെന്ന് തന്നെ ഇരുത്തിയിരിക്കും. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നെ പൊടിയിൽ നിന്ന് ഞാൻ പ്രഭുക്കന്മാരുടെ മധ്യയിൽ ഇരുത്തുമെന്ന. ദൈവം താഴ്ത്തിയിരുത്തുമെന്നല്ല പറഞ്ഞത്. നമ്മൾ പൊടിയിലായിരുന്നു എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം മാറിപ്പോത്തില്ല. ഈ വചനം മാറത്തില്ല. വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനം എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. സ്തോത്രം. ആ വാക്യം അവിടെ വെച്ചിട്ട് വേറെ വാക്യം ഒന്ന് വായിക്കും. മത്തായി സുവിശേഷം 17-ാം വാക്യമാണോ? വായിക്കും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാം വായിക്കും. ദൈവവചനത്തെ കുറിച്ച് പറയുന്നു. കണ്ടോ? ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനല്ല വന്നത്. അപ്പോൾ ഒരു ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും അല്ലെങ്കിൽ ഒരു ദൈവദാസനും എതിരെ തെറ്റ് ചെയ്തിട്ടുണ്ടോ, കുറവ് ചെയ്തിട്ടുണ്ടോ, നീ അതിനെ അങ്ങ് ന്യായം വിധിക്കുവാണെങ്കിൽ ആരടങ്ങിയിരിക്കത്തില്ല? കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. കർത്താവ് ഉണ്ടെങ്കിൽ കർത്താവ് പറയാം പ്രവാചകനെ നീക്കാനല്ല ഞാൻ വന്നത്. കുറവുണ്ടെങ്കിൽ അവനോട് ആര് ചോദിച്ചോളും? കർത്താവ് ചോദിച്ചോളും. നീ ഇടപെടണ്ട. പക്ഷെ വചനം പഠിപ്പിച്ചതിനകത്ത് തെറ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കിക്കോണം എന്ന് പറഞ്ഞ് അത് പഠിപ്പിച്ചവനെതിരെ നീ നിൽക്കേണ്ട. അതെല്ലാം ആര് ചോദിച്ചോളും? പഠിപ്പിച്ചവനെതിരെ
ദൈവവചന പ്രകാരം ജീവിക്കാത്തതിനെ ഇതിനെ വിൽക്കുന്നവനോടല്ല ആര് ചോദിച്ചോളൂ? ദൈവം ചോദിച്ചോളൂ. പക്ഷെ നീ കാര്യം പറഞ്ഞാൽ മതി, നിനക്കറിയാവുന്ന സത്യം പറഞ്ഞാൽ മതി. അവരെ വിധിക്കുവാനുള്ള അധികാരം ആർക്കില്ല? നമുക്കില്ല. ദൈവവചന പ്രകാരം വിട്ടുപോകുന്നവനെ വിധിക്കാം. അവൻ ശപിക്കപ്പെട്ടവനാണ് വചനം പറയുന്നുണ്ട്. ഞാനല്ല വിധിക്കുന്നത്, വചനമാ പറയുന്നത്. അവൻ ശപിക്കപ്പെട്ടവനാ. സഭയ്ക്കകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. സഭയുടെ നന്മയ്ക്കെതിരെ നിൽക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. സഭയുടെ ദൈവമക്കളുടെ യോജിപ്പിനെതിരെ നിൽക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. അതാര് പറയുന്നുണ്ട്? വചനം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെ മുൻവിധിക്കാൻ ആർക്കില്ല? അധികാരമില്ല. നമ്മൾ ഇവിടെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇതുമായിട്ട് ഒത്തുചേർത്തില്ല, നിങ്ങൾ വിട്ടുപോവുക. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കത്തേ ഉള്ളൂ, വിട്ടുപോവുക. അല്ലാതെ ഇതിനെതിരെ നിന്നുകൊണ്ട് വേറെ പ്ലാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആരും പിടിക്കും? കർത്താവ് പിടിക്കും. നിങ്ങൾക്ക് താല്പര്യമില്ല, വിട്ടുപോവുക. താല്പര്യമുള്ളടുത്ത് പോവുക. സ്തോത്രം. ഇല്ലയോ? താല്പര്യമുള്ളടുത്ത് പോവുക. ഇതെപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്നത് മനുഷ്യ ബുദ്ധിയല്ല. ഇവിടെ പഠിപ്പിക്കുന്നത് ദൈവം എന്തു പറയുന്നു. ദൈവം എന്ത് പറഞ്ഞാലും അത് ചെയ്യും. ദൈവം എന്ത് പറഞ്ഞാലും അത് ചെയ്യും. ദൈവം ഇങ്ങനെ നടത്താൻ പറഞ്ഞാൽ ഇങ്ങനെ നടത്തും. അത് മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഉടനെ ഒരുത്തമെന്ന് പറയുമോ വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്കറിയാവുന്ന വചനം തന്നിരിക്കുന്ന കർത്താവെങ്കിൽ കർത്താവ് എന്നോട് എന്ത് പറയുന്നു അതേ ഞാൻ ചെയ്യത്തുള്ളൂ. കർത്താവ് എന്ത് പറയുന്നു അതേ ഞാൻ ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഞാൻ ദൈവമക്കളെ ഞാൻ പറയാം, ഈ വർഷത്തിന്റെ ആരംഭം മുതൽ എത്ര മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ദൈവം പറഞ്ഞതാ പോവല്ലേ എന്ന്. ദൈവം പറഞ്ഞതിന്റെ സഭയ്ക്കകത്തിരിക്കുക, സഭയ്ക്ക് വേണ്ടി പറിച്ചുകൊണ്ടിരിക്കുക, സഭയ്ക്കകത്ത് പാർത്തിരിക്കുക, സഭയ്ക്കകത്ത് ഞാൻ മാറ്റങ്ങൾ നൽകാൻ പോവാ. അതുകൊണ്ട് ഒരു വർഷക്കാലം ഞാൻ മൗനമായിട്ട് നിന്നത്. അതിനകത്ത് എനിക്ക് ഒരുപാട് സ്തോത്രം അല്ലലിയ സ്തോത്രം സ്തോത്രം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് എന്നോട് വ്യക്തിപരമായ ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്റെ വിഷയമല്ല. എന്റെ വിഷയം എന്തുവാ? സ്തോത്രം. ഞങ്ങളെ സ്തോത്രം ഹല്ലേലൂയ. എന്റെ അടുത്ത ബന്ധുവിന് ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. എന്നെ കുറച്ച് കേട്ടൊന്ന് വിളിക്കും, ഒന്ന് വരണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ചെയ്തു. സ്തോത്രം. എന്റെ ഫാദറിന്റെ പെങ്ങളാണ്. അവര് TPM സഭയ്ക്കാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം അമ്മാമ ദശാംശം എടുത്തന്നെ. അങ്ങനെ ഫാദറിന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എന്റെ മാവി, ക്രിസ്ത്യൻ സ്ത്രീ പറഞ്ഞ മാവ് ദശാംശം. ഞാൻ വേണ്ട, അതെന്താ നീ മേടിക്കാതെ? നീ എന്റെ ആങ്ങളുടെ മോനല്ലേ, നീ എന്റെ മോനല്ലേ, നീ എന്താണ് മേടിക്കാത്ത? ഞാൻ വന്ന് വേണ്ട, നീ എന്റെ ആങ്ങളുടെ മോനെ ആയോണ്ടാണോ മേടിക്കാത്തത്? നീ പാസ്റ്റാടാ, ആ രീതി മേടിക്കട. ഞാൻ ഒന്ന് വേണ്ട മാമ, അതുകൊണ്ടാ. പിന്നെ അമ്മ എന്നെ നിർബന്ധിക്കുക. അതാ ഞങ്ങളുടെ പാസ്റ്റർമാര് വരുമ്പോൾ ഞങ്ങൾ കൊടുക്കൂടാ. അവരൊന്നും പറയത്തില്ല, അവർ മേടിച്ച് അപ്പടി പോക്കറ്റിടുമല്ലോ. ഞങ്ങളെ പാസ്റ്റർമാര് വരും, പറയുന്ന മുമ്പേ അത് മേടിച്ച് പോക്കറ്റിടും. പിന്നെ നിനക്ക് മാത്രം ഉണ്ടോ? നീ എന്റെ ആങ്ങളുടെ മോന്. ഞാൻ പിന്നെ ആങ്ങളെ പെങ്ങളും എല്ലാം രണ്ടാമത്. ആങ്ങളെ പെങ്ങളും എല്ലാം രണ്ടാമത്. ഞാൻ അങ്ങനെ പോക്കറ്റിടുന്ന പാസ്റ്റല്ല. ദൈവം എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ മേടിക്കത്തുള്ളൂ. ദൈവം പറയാത്ത ഒരു രൂപയിലും എന്റെ കൈ വരണ്ട. അങ്ങനെ പേടിക്കുന്നവൻ. അതുകൊണ്ട് ബന്ധം സ്വന്തം ഓർത്തല്ല ഇത് മേടിക്കാത്തത്. ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല, ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് മേടിക്കാത്തത്. അവിടെ നിന്ന് അമ്മാമ്മ പൊട്ടിക്കരഞ്ഞൊരു കാര്യമാണ്. ദൈവമക്കളെ ഞാൻ മേടിച്ചു. ആ ഒറ്റ വാക്കിനകത്ത് ഞാൻ മേടിച്ചു. ഞാൻ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധ ശക്തമായിട്ട് പറയണ്ട, കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാം. എന്തു പറഞ്ഞേ? അതാ ഞാൻ അത്രയ്ക്ക് പാപിയാണോടാ, അതുകൊണ്ടാണോടാ നീ എന്നോട് മേടിക്കാൻ? ഞാൻ അത്രയ്ക്ക് അങ്ങ് ശപിക്കപ്പെട്ടവളാണോടാ? സ്തോത്രം. അതെന്നെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചു. ഞാൻ ദൈവത്തോട് വന്ന് കർത്താവേ, എനിക്ക് സ്തോത്രം അമ്മയുടെ നടു പോയിരിക്കുവാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പുറകെ ഓടി വരാൻ പറ്റത്തില്ല, നിന്റെ പോക്കറ്റിലൊന്ന് അടിച്ചു തരാനുള്ള ഇതിപ്പോ ആരോഗ്യം എനിക്കില്ല. സ്തോത്രം. ഞാൻ അത്രയ്ക്ക് പാപിയാണോ? ഞാൻ ശപിക്കപ്പെട്ടവളാണോ? സ്തോത്രം. കർത്താവ് പറഞ്ഞ് നീ മേടിച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം. ഞാൻ മേടിച്ച് പ്രാർത്ഥിച്ചു. അത് മേടിച്ചു കഴിഞ്ഞപ്പോഴാ അമ്മാമയ്ക്ക് ആശ്വാസമായി, സന്തോഷമായ മുഖത്ത് സന്തോഷം വന്നു. കാര്യം എന്തുവാ? ആ ഒറ്റ വാക്കാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കുറ്റബോധമുള്ള ദൈവമക്കളെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. ഏറ്റു പറയുന്നത്. അല്ല ഞങ്ങള് സഭയിൽ പോകുന്നു, ഞങ്ങള് ഭയങ്കര പുണ്യങ്ങളാ, നീ എന്താണ് വന്നത്, ഇന്നലെ അല്ലേടാ നീ ഇങ്ങോട്ട് വന്നതെന്നൊന്നും അല്ല പറഞ്ഞത്. അത് ഞാൻ പാപിയായോണ്ടാണോ മേടിക്കാത്തത്? ഞാൻ ശപിക്കപ്പെട്ടവളാണോ? ഞാൻ അത്രയും പാപം ചെയ്തോണ്ടുണ്ടോ? അതാണോ ഞാൻ ഇങ്ങനെ രോഗിയായി പോയത്? അവിടെ തന്നെ വിടുതലിന്റെ സകല ഏറ്റുപറച്ചിലും കഴിഞ്ഞു. ഇല്ലയോ? ആരോട് പറഞ്ഞു? ദൈവത്തോട് പറഞ്ഞു. സ്തോത്രം.
അപ്പോഴ് എൻ്റെ അടുത്ത് പറയാ, നീ ഓടിപ്പോയാൽ നിന്റെ പുറവെ ഓടാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അമ്മ ഓടി വരും, പുറവേ ഓടി വരുന്ന രീതിയിലേക്ക് ദൈവം ആരോഗ്യം ദൈവം തരും. ശക്തമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് മേടിച്ചു, പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ചു. എനിക്ക് അതിനകത്ത് വന്ന ഒരു പോയിന്റ് എന്തുകൊണ്ട് അമ്മ പറഞ്ഞു, ഞങ്ങൾ പാസ്റ്റർമാർ വരും, ആര് വരും, ഞാൻ കൊടുക്കും, അത് മേടിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു അതല്ല നമ്മളെ റൂട്ട്. ദൈവം പറയാതെ ഒരു സ്ഥാനം ഞാൻ മേടിക്കത്തില്ല. ദൈവമക്കളെ, കർത്താവിന്റെ കൃപയാൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, ചിലപ്പോൾ ഞാൻ പട്ടിണിയുടെ അവസ്ഥയാണെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ വലിയ വിഷയത്തിനകത്തായിരിക്കും നിൽക്കുന്നത്, ഞാൻ മേടിക്കാൻ നിൽക്കത്തില്ല. കാര്യം എന്തുവാ, എനിക്കത് വേണ്ട. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞ ഞാൻ മേടിക്കും. ദൈവം പറഞ്ഞാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, മേടിക്കും. അതിനകത്ത് ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയാം. ഞാൻ ഒരാളെടുത്ത് പലിശക്കെടുത്താൽ പോലും, കടം മേടിച്ചാൽ പോലും ഞാൻ ഇത് മേടിക്കണമെങ്കിൽ ദൈവം എന്നോട് പറയണം. കാര്യം എന്തുവാ, ഇതല്ലാത്തത് എൻ്റെ കൈ വന്നാൽ അതെനിക്ക് എന്ത് ചെയ്യത്തില്ല, പ്രയോജനപ്പെടത്തില്ല, എനിക്ക് ദോഷമായി. ഞാനും അപ്പോഴും പറയാൻ പറ്റില്ല. ഈ ബൈബിളിൽ തോന്നുകൊണ്ട് വിൽക്കുന്ന കുറെ പേര് എനിക്ക് അപ്പോൾ പറയാൻ പറ്റുമോ, പ്രസംഗിക്കാൻ പറ്റുമോ, അത് പറ്റുമോ, പ്രസംഗിക്കാൻ പറ്റുമോ? പിന്നത് അങ്ങനെ ഞാൻ മറ്റുള്ളവരെ പോലെ ഇത് ചെയ്യുവാണെങ്കിൽ പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഇന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നത് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഒരു സമയം ഒരു ദൈവസമയം മുൻവിധിക്കാറില്ല, അവരെ പൊക്കാറുമില്ല. സ്തോത്രം, അവരെ പൊക്കാറുമില്ല. എന്നെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് ഞാൻ വിശ്വസിച്ചോടിയും. പക്ഷെ വചനത്തിന് വിപരീതമായ എന്തെങ്കിലും കണ്ടാൽ ഞാൻ പറഞ്ഞിരിക്കും. പക്ഷെ അത് അവിടെ വെച്ച് തീർന്നു. അതിനപ്പുറത്തോട്ട് അത് നിയമിയത്തില്ല, കൊണ്ടുപോകത്തില്ല. ദൈവദാസന്മാരെയും ദൈവമക്കളെയും വേദനിപ്പിച്ച ഒരു കുടുംബവും ഒരു വ്യക്തിയും നന്നാവത്തില്ല. ഉറപ്പായിട്ട് ഞാൻ പറയാം, ഉറപ്പായിട്ട് പറയാം, വചനപ്രകാരം ഞാൻ പറയാം. കരയിപ്പിച്ചിട്ടുണ്ടോ? നന്നാവത്തില്ല. അപ്പൊ ഓരോ സഭകളിൽ നിന്നും ഓരോന്ന് അത് വിട്ടു പോകുമ്പോഴും അവരെ കരയിപ്പിച്ചിട്ടാ പോയെങ്കിൽ എന്ത് ചെയ്യത്തില്ല, എന്തൊക്കെ രീതിയിൽ എവിടൊക്കെ പോയി പോപ്പ് തലേ കൈവച്ചെന്ന് പറഞ്ഞാലും പിശാച് കൈവച്ചെന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹപ്പെടുത്തില്ല, നീ ശപിക്കപ്പെട്ടു പോകുക. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ദൈവത്തിന്റെ ഭൃത്തനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്ന റെപ്രസെന്റീവാ ദൈവത്തിന്റെ ദാസൻ. ഇന്ന് പല ദൈവദാസന്മാരും കള്ളന്മാരുണ്ട്. നിബോധനം പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു എന്തുവാ, അനേകം കള്ളന്മാരുണ്ട്. എന്റെ നാമം പറഞ്ഞ് ഞാനെന്ന് പറഞ്ഞു വരും. നിങ്ങൾ വഴിതെറ്റിപ്പോലെ. വഴിതെറ്റാൻ എങ്ങനെയാ കാരണം? വഴിതെറ്റാൻ കാരണം എന്തുവാ? വചനം നമ്മളെ മേൽ വെളിപ്പെടാത്തോണ്ട വചനം നമ്മൾക്ക് വഴിതെറ്റിപ്പോയത്. അവര് പറയുന്ന വാക്കും കേട്ടോണ്ട് നമ്മൾ പോയത്. ആ കേട്ടു പോയി കഴിഞ്ഞാൽ അതിന്റെ അനുഗ്രഹം നമുക്ക് എന്തോ ഉണ്ടാവത്തില്ല, നമുക്കത് ശാപമേ ഉണ്ടാവത്തില്ല. നമ്മൾ അവരെ സ്തോത്രം ഹല്ലേലൂയ എന്ത് ചെയ്യണ്ട, അവരെ സ്വീകരിക്കണ്ട. കർത്താവ് അവരെ നീ ആട്ടി ഓടിക്കൊന്നും വേണ്ട, അതെല്ലാം കർത്താവ് ചെയ്തോളും. ഞാൻ എന്താ സ്വീകരിക്കത്തില്ല, ഞാനിത് ഏറ്റെടുക്കത്തില്ല. ദേവാസനെ നിങ്ങൾ പറഞ്ഞ ഞാൻ ഏറ്റെടുക്കത്തില്ല. കാര്യം എന്തുവാ? ഇത് വചനം പറയുന്നില്ല. ഇങ്ങനെ പറയാം. അല്ലാതെ സ്വന്തം അവനെ ആട്ടി അവൻ ശപിക്കപ്പെട്ടെന്ന് പറയാനുള്ള യോഗ്യത ആർക്ക് തന്നിട്ടില്ല? നമുക്ക് ആർക്കും തന്നിട്ടില്ല. സ്തോത്രം. തിരുപ്പാസിനകത്ത് എവിടെയെങ്കിലും ശുശ്രൂഷ കുറവുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. അത് എവിടെ പേരുൾപ്പെടെ എന്നെ വിളിച്ചു പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പുള്ളി ശപിക്കപ്പെട്ടു പോകുന്നു, പുള്ളി അനുഗ്രഹപ്പെടാതിരിക്കുന്നു ഞാൻ പറയത്തില്ല. കാര്യം അതൊന്നും എന്റെ ജോലിയല്ല. അതല്ല ആര് അത് കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ ആര് പിടിച്ചോളും? ദൈവം പിടിച്ചോളും. പ്രൈസ്. സ്വന്തം ഞാൻ എന്നും അനുഗ്രഹപ്പെട്ട ദൈവദാസനായിട്ടേ കണ്ടിട്ടുള്ളൂ. കാര്യം എന്തുവാ? പുള്ളിയുടെ ശുശ്രൂഷകളെ അനുഗ്രഹപ്പെട്ടവനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നും അനുഗ്രഹപ്പെട്ടവനായിട്ടേ ഞാൻ കാണത്തുള്ളൂ. പക്ഷെ തെറ്റു പറഞ്ഞാൽ തെറ്റെന്ന് ഞാൻ പറയും. ഇന്ന ശുശ്രൂഷ തെറ്റ് പറഞ്ഞു, വചനത്തിനകത്ത് തെറ്റു പറഞ്ഞു, ഇന്ന ഭാഗം ചോദിക്കരുത് പറയും. അതിനപ്പുറത്തോട്ട് ഞാൻ സംസാരിക്കില്ല. സംസാരിക്കാൻ എന്നെ എന്ത് ചെയ്തിട്ടില്ല? ദൈവം നിയോഗിച്ചിട്ടില്ല. അതിനല്ല ദൈവം എന്നെ നിയോഗിച്ച് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാനാ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തെറ്റ് പറഞ്ഞാൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇത് യഥാർത്ഥമായിട്ട് ജീവിതത്തിലേക്ക് ജീവിച്ച് പ്രമാണങ്ങളെ പഠിപ്പിക്കാനാ കർത്താവ് വിളിച്ച്. അതാ ചെയ്താൽ മതി. അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യണ്ട, പോണ്ട. അതിനപ്പുറത്തോട്ടല്ല ആര് ചെയ്തോളും? ആര് ചെയ്തോളും? കർത്താവ് ചെയ്തോളും. സ്തോത്രം. അല്ലാതെ പ്രൈസ് സ്തോത്രം. സ്തോത്രം. ചിലത് ചത്തിട്ട് പിന്നെ അടിച്ചുകൊണ്ടിരിക്കും. ചത്തതിനെ അടിച്ചിട്ടൊരു കാര്യമില്ല. ചത്തതാ അല്ലയോ? ചത്തത് പിന്നെ ജീവൻ പ്രാപിക്കത്തില്ല. അത് പോയി, അതിനോട് അത് തീർന്നു. അതിനപ്പുറത്ത് പിന്നെ പറയണോ? നമ്മളെ വീട്ടിലെല്ലാം സ്വന്തം നമ്മളെ സ്വന്തക്കാരാവട്ടെ പ്രായമുള്ളവരെല്ലാം സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യമുണ്ട്. എന്തോന്ന് അറിയാം? ഒരു കാര്യം തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കളോടാവട്ടെ ഒരു കാര്യം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോ ഒറ്റപ്പാട്ടം പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരത് ഏറ്റെടുക്കും കുറച്ച് കഴിയും. എപ്പോഴും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് ഇഷ്ടപ്പെടും. സ്തോത്രം. വചനം പറയുന്നു. എന്ത് പറയുന്നു? ബാക്കി ഒന്ന് വായിക്കും. മത്തായി സുവിശേഷത്തിന്റെ ഭാഗം ഒന്ന് വായിക്കും. ബാക്കി വാക്യത്തിലോട്ട് വരാം. ഗലാത്യരിലോട്ട് വരാം.
കണ്ടോ, ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാൻ ആര് വന്നേക്കുന്നേ? കർത്താവ് വന്നിരിക്കുന്നു. പ്രവാചകന്മാരെ തള്ളിക്കളയാനല്ല, പ്രവാചകന്മാരെ നിലനിർത്തുവാൻ ദൈവം വന്നിരിക്കുന്നു. ഇന്ന് സുവിശേഷത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രവാചകന്മാരെ ഞാൻ കുറ്റം പറച്ചില്ല. ഈ ബൈബിൾ മൊത്തം പ്രവചനമാണ്, അതറിയത്തില്ലയോ? ഇത് മൊത്തം പ്രവചന പുസ്തകമാണ്. ബൈബിളിൽ പറയുന്ന പുസ്തകത്തിന്റെ സത്യവേദന പുസ്തകം എന്ന് പറയുന്നത് പ്രവചനമാണ്. ഇത് ദൈവത്തിന്റെ പ്രവചനമാണ്. അപ്പൊ പ്രവാചകനെ കുറ്റം പറയാൻ ദൈവത്തിന് അത് സ്തോത്രം മറ്റുള്ളവർക്ക് അധികാരമുണ്ടോ? ദൈവത്തിന്റെ പ്രവാചകനെ കുറ്റം പറയുവാൻ മറ്റുള്ളവർക്ക് അധികാരമുണ്ടോ? പ്രവചനമാ, ഇത് മൊത്തം പ്രവചനമാ. അപ്പൊ പ്രവചനത്തെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ സംസാരിക്കുന്നത് പ്രവചനമാ. ഞാൻ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന വചനമേ പ്രവചനമാ. കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രവചനമാ. ദൈവമക്കളിലേക്ക് നിവൃത്തിയാവേണ്ട പ്രവചനമാ. കുറ്റം പറയാൻ പറ്റുമോ? ഇന്ന് പ്രവാചകന്മാരെ കുറ്റം പറയാം. കള്ളപ്രവാചകന്മാരുണ്ട്, അത് തിരിച്ചറിയേണ്ട ദൈവമക്കളാണ്. അത് വിവേചന കൃപാവരം ഉണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന ആലയത്തിലോട്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ അറിയാം ഇവിടെ പരിശുദ്ധാത്മാവല്ല വ്യാപരിക്കുന്നത്. അപ്പോഴേ ഇറങ്ങി പോവുക. അതിനകത്ത് നീ തർക്കിക്കാൻ നിൽക്കേണ്ട, ഇറങ്ങി പോവുക. ആ ഒരുത്തൻ വീട്ടിൽ വന്നോട്ട് ദൂത് പറയുമ്പോഴേ അറിയാം ഇത് പ്രവചനമല്ല, ഇത് കള്ളപ്രവചനമാ, ഇത് ദൈവത്തിന്റെ ആത്മാവല്ലെന്ന് വെളിപ്പെടുത്തി തരും. ആര് വെളിപ്പെടുത്തി തരും? നമ്മൾ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അപ്പോഴേ പറയാം സഹോദരൻ വേണ്ട, ഇതിവിടെ പറയണ്ട, അല്ലെങ്കിൽ സഹോദരി ഇത് പറയണ്ട, ഉദ്ദേശിച്ച് ഇത് ഇവിടെ പറയണ്ട, ഇത് ഇവിടെ ചെലവഴിക്കത്തില്ല. കാര്യം ഇത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പറയണം, അത് പറഞ്ഞാൽ മതി. അല്ലാതെ അയാളോട് ദേഷ്യം കാണിക്കണ്ട. അയാൾ പറഞ്ഞ വാക്കിനോട് നമുക്ക് യോജിപ്പില്ല, തീർന്നു. അവിടെ വെച്ച് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് വിടുക. കൂടുതൽ സംസാരിക്കാൻ നിർത്തല്ലേ. നിർത്തിക്കഴിഞ്ഞാൽ പണിയാ. പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, പിശാചോടനെ പിന്നെ വാദിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് വാദിക്കാനും പറയാനൊന്നും കർത്താവ് പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, വിട്ടു പോവുക, പരിപാടി സ്റ്റോപ്പ് ചെയ്യുക. സ്തോത്രം. കള്ളപ്രവാചകന്മാരെ ഉണ്ട്, നല്ല പ്രവാചകമുണ്ട്, കള്ളപ്രവാചകമുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നല്ല ശുശ്രൂഷയുണ്ട്, കബളിപ്പിക്കുന്ന ശുശ്രൂഷയുണ്ട്. ഇതിനെ തിരിച്ചറിയുക. സ്തോത്രം, തിരിച്ചറിയുക. ആമേൻ. സ്തോത്രം. എന്തു പറഞ്ഞേ? ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നീക്കാനല്ല നിവർത്തിക്കുവാൻ കർത്താവ് വന്നത്. വായിക്കും. കർത്താവ് പറയുക, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുക, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. അപ്പൊ ഈ ആകാശവും ഭൂമിയും എല്ലാം എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകുന്ന ഒരു നിമിഷമുണ്ട്. ഇന്ന് പല സ്തോത്ര കണ്ടുപിടുത്തങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം അപ്പുറമായുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സയൻസ് പ്രകാരം അപ്പുറമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തീരാ പോവാ. ആകാശം വഴി ഭൂമി ഒഴിഞ്ഞു പോകും, പക്ഷെ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യത്തില്ല? മാറിപ്പോകത്തില്ല. ബാക്കി വായിക്കാം. കണ്ടോ, ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ഇതുവരെ ആര് പറഞ്ഞിട്ടുണ്ട്? ന്യായപ്രമാണത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറത്തുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ന്യായപ്രമാണത്തിന് ഒരു വണ്ടിയോ പുള്ളിയോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീക്കിക്കളയുവാൻ കഴിയത്തില്ല. നീക്കിക്കളയാൻ സ്തോത്രം. അപ്പോഴ് ദൈവം നമ്മളോട് പറഞ്ഞ ദൂത് നീങ്ങി പോവും. അയ്യോ എനിക്ക് കുറെ താമസമായി, ദൂത് നീങ്ങി പോവും. ആരാ പറഞ്ഞേ? ദൈവമാ പറഞ്ഞേ. ദൈവമാ പറഞ്ഞെങ്കിൽ ആ ദൂത് എന്ത് ചെയ്യത്തില്ല? നീങ്ങിപ്പോകത്തില്ല. അത് നീക്കാൻ പറ്റത്തില്ല. ഇന്ന് പ്രിയ മക്കളെ അങ്ങോട്ട് പ്രതികൂലം വരുമ്പോ, പ്രയാസം വരുമ്പോ സ്തോത്രം പൊന്നു ഇടയ്ക്കിടയ്ക്ക് ചാർജ് ഇല്ല. ചാർജ് ചെയ്യുന്ന ടോർച്ച് പോലെ ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചാർജ്. അതേപോലെ എന്ത് ചെയ്യും? ചാർജ് അണഞ്ഞു കിടക്കും. പിന്നെയും കുത്തി വെക്കണം ചാർജ് കയറാൻ. ചാർജ് പോകുമ്പോഴാ ഇരട്ടി ദൂത് ഓർക്കേണ്ടത്. എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവം എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവം എനിക്ക് വാഗ്ദത്തം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസംബർ അവസാനത്തോളം ദൈവം ചില മറുപടികൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതുവർഷത്തിലേക്ക് ആ മറുപടിയിലേക്ക് ഞാൻ പ്രവേശിക്കും. ആ നന്മ എന്റെ കരങ്ങളിൽ വരുമെന്ന് ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞിട്ടുണ്ട്. ആ ദൂത് ഒരിക്കലും മാറിപ്പോകത്തില്ല. ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ എന്നെ മടിപ്പിച്ചാലും, ആരൊക്കെ എനിക്കെതിരെ എഴുന്നേറ്റാലും, ആ ദൂത് പറഞ്ഞിരിക്കുന്ന കർത്താവെങ്കിൽ ഞാനും എന്റെ കുടുംബം ആ ദൂത് പ്രാപിക്കും. ആ വാഗ്ദത്തം എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവും. അതിനകത്ത് ഒരു ശത്രുവിനും ഒന്നിച്ചുവാൻ കഴിയത്തില്ല. അപ്പൊ ഒരു
നിരാശ വാക്കുകൾക്ക് ഒന്നും ചുമ്മാൻ കഴിയത്തില്ല. നിരാശകളെ ജയഘോഷമാക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. എന്റെ ദൈവം എന്നോട് പറഞ്ഞത് അതങ്ങോട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൂതും വാക്തത്വം ആരൊരുക്കി തരും? കർത്താവ് നമുക്കായി ഒരുക്കി തരും. ആമേൻ. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കാം. കണ്ടോ ഈ കൽപ്പനകളെ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഏത് പാസ്റ്റാവട്ടെ, ഏത് പോപ്പാവട്ടെ, തെറ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും പേരിപ്പോടെ. എനിക്ക് പുള്ളിയോടല്ല വൈരാഗ്യം, പുള്ളി ഞാനുമായിട്ട് ഒരു ദേഷ്യവും ഇല്ല. പക്ഷെ വചനത്തിന് വിപരീതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും. കാര്യം വചനം എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നതാണ്. കർത്താവ് പൊരുൾ വെളിപ്പെടുത്തി തരുന്നത്. ആ പൊരുളിനെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ പൊരുൾ ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എനിക്ക് ശത്രുവല്ല, ആ വ്യക്തിയുമായിട്ട് എനിക്ക് മിത്രവുമല്ല ശത്രുവല്ല. അത് മിത്രമാണോ ശത്രുവാണോ ദൈവമാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് പുള്ളി ജീവിക്കുന്നത്. പുള്ളിയാർ ദൈവം ചോദിച്ചോളൂ. പക്ഷേ കേൾക്കുന്ന ഒരു ദൈവമക്കൾക്ക് ആ തെറ്റായിട്ട് പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ ശരിയായിട്ട് പറയും. കർത്താവ് എന്ന് പറഞ്ഞ ഈ വചനത്തിനകത്തൊന്ന് വള്ളിയോ പുള്ളിയോ ഒന്ന് വായിക്കുമ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. പഠിപ്പിക്കുന്നവനെ എന്തു പറയുന്നത്? സ്വർഗരാജ്യത്തിൽ. ഈ ഭൂമിയിൽ അവൻ വലിയവനായിരിക്കാം, പക്ഷെ സ്വർഗരാജ്യത്തിൽ ആരായിരിക്കും? അപ്പൊ ഈ ഭൂമിയില് അവൻ ഇതിനെ ഒഴിക്കാതെ യഥാർത്ഥമായി പഠിപ്പിക്കുന്ന ആൾ ചിലപ്പോൾ ഈ ഭൂമി ചെറിയ ആളായിരിക്കും, സ്വർഗരാജ്യത്തിൽ ആരായിരിക്കും? വലിയവനായിരിക്കും. നമുക്ക് സ്വർഗത്തിൽ വലിയവനായ മതിയോ ഭൂമിയിൽ വലിയവനായ മതിയോ? രണ്ടൂടെ ദൈവം തരത്തില്ല. എന്തോ രണ്ടൂടെ ദൈവം തരത്തില്ല, രണ്ട് സുഖവും ദൈവം തരത്തില്ല. ഏതെങ്കിലും ഒരു സുഖമേ തരത്തുള്ളൂ. ഭൂമി നമ്മൾ ചെറുതാണെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ വലുതായിരിക്കും. ഭൂമി വലുതാണെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ പഠിപ്പിക്കുന്നവനെ, വിപരീതമായി പഠിപ്പിക്കുന്നവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. മറ്റേ ഗലാത്യരിലേക്ക് ഒന്ന് വരാം. പെട്ടെന്ന് വായിക്കും, പെട്ടെന്ന് വായിക്കും. സ്തോത്രം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ? സ്തോത്രം. എന്നാൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന വചനത്തിന് വിപരീതമായി ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഒന്ന് പഠിപ്പിച്ചാൽ പോലും അവനും എന്തുവാ? ശപിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ യഥാർത്ഥമായ ദൈവവചന പ്രകാരം, യഥാർത്ഥ ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രകാരം ഇന്ന രീതിയിലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ദൈവമക്കളെ നമ്മൾ ഈ സഭയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയിൽ നിന്ന് വിട്ട് വേറെ സഭയ്ക്കകത്ത് അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം നമുക്ക് കണ്ണടയ്ക്കാം എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ഈ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആരാണ്? ശപിക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ യഥാർത്ഥമായി കൊണ്ടുപോകുന്നത് ഇച്ചിരി കഷ്ടമായാലും അതേ പ്രകാരം പോകുന്നവൻ അനുഗ്രഹപ്പെട്ടവനാണ്. 111 സങ്കീർത്തനത്തിനകത്ത് ആദ്യം വായിച്ചപ്പോൾ പറഞ്ഞു, കൽപ്പനകളെ ന്യായപ്രമാണത്തെ ഇഷ്ടപ്പെടുന്നവൻ അത് ചെയ്യാൻ പറ്റും, അവന്റെ സന്തതി അനുഗ്രഹപ്പെടും. എങ്കിൽ ഇന്ന് ന്യായപ്രമാണത്തെ ഇഷ്ടപ്പെടുന്നവന് മാത്രമേ ന്യായപ്രമാണം എന്ത് ചെയ്യാൻ പറ്റൂ? ചെയ്യാൻ പറ്റൂ. അയ്യോ, ന്യായപ്രമാണ പ്രകാരം ജീവിച്ചേ പറ്റത്തുള്ളൂന്നല്ല. ന്യായപ്രമാണത്തെ ഇഷ്ടപ്പെടാം. ന്യായപ്രമാണം എനിക്കുള്ളതാ, എനിക്ക് വേണ്ടി എഴുതിയിരിക്കുക, ദൈവജനത്തിന് വേണ്ടി എഴുതിയിരിക്കുന്ന, ദൈവമക്കൾക്ക് വേണ്ടി ഈ ന്യായപ്രമാണ പ്രകാരമേ ഞാനും എന്റെ കുടുംബം ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അനുഗ്രഹം പ്രാപിക്കും. അവൻ മാത്രമല്ല പ്രാപിക്കുന്നത്, ആരാ പ്രാപിക്കുന്നത്? അവന്റെ തലമുറയെ പ്രാപിക്കും. സ്തോത്രം. അതേപോലെ തന്നെ ന്യായപ്രമാണത്തിന് എതിരെ നിന്നാൽ അവൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കുന്നത്, അവന്റെ തലമുറയും കഷ്ടം അനുഭവിക്കും. അവന്റെ തലമുറ എന്ത് ചെയ്യത്തില്ല? ദൈവം വിടത്തില്ല. സഭ എന്ന് പറയുന്നത് എപ്പോഴും കീഴ്പ്പെടാനുള്ളതാ. സഭ എന്ന് പറയുന്നത് എപ്പോഴും ഭയപ്പെടാനുള്ളതാ. സഭ എന്ന് പറയുന്നത് എപ്പോഴും കേട്ടെടുക്കാനുള്ളതാ. സഭയെ സ്നേഹിക്കുന്നവനെ ഇതെല്ലാം ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. ഇത് എന്റെ ഉപദേശത്തിന് വേണ്ടിയാ. അയ്യോ, എന്റെ തെറ്റ് എനിക്ക് ബോധ്യപ്പെടുത്തി തരുക, എന്റെ ഉപദേശത്തിന് വേണ്ടിയാ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൂത് നമ്മളെ ജീവിതത്തിനകത്ത് ആരും നിവൃത്തിയാക്കി തരും. എന്നെ കുറ്റപ്പെടുത്തുന്നു, സ്തോത്രം, എനിക്കെതിരാന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നന്മയും വാഗ്ദത്തവും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രാപിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ദൈവമക്കളെ, ഇപ്പോൾ വഴിതെറ്റിക്കുന്ന കാലമാണ്. ക്രിസ്തുവാ, ഞാനാ ക്രിസ്തുവാ, ന്യായപ്രമാണം എങ്ങനെ പറഞ്ഞു? അവർ ബാക്കി പറയത്തില്ല. സ്തോത്രം. അതിന്റെ ഫുൾ കാര്യങ്ങൾ പറയത്തില്ല. അറ്റവും മൂളിയും വെച്ചുകൊണ്ട് എന്തുവാ? ഇന്ന് മുതലെടുത്തോണ്ടിരിക്കുക, അവനവൻ പേരെടുത്തോണ്ടിരിക്കുക, പ്രസിദ്ധിയാവുന്ന നോക്കുക, അവൻ ക്രിസ്തുവിനെ വലിയവനാവാൻ നോക്കുക.
അവനെല്ലാം ഇനി ഏത് നക്ഷത്രത്തിൽ പോയി കൂട് വെച്ചാലും അവനെ താഴെ ഇറക്കും കർത്താവ് ഒരു ദിവസം വരും. സ്തോത്രം. കർത്താവ് പറയാം, ന്യായപ്രമാണത്തിൽ നീ തെറ്റിച്ച് പഠിച്ചാൽ നീ സ്വർഗത്തിൽ ചെറിയവനാവും. ന്യായപ്രമാണത്തെ ശരിയായി പഠിപ്പിക്കുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യും? സ്വർഗരാജ്യത്തിൽ വലിയവനാവും. എനിക്ക് സ്വർഗരാജ്യത്തിൽ വലിയവനായാൽ മതി. സ്വപ്രഭാതത്തിലെ ഭൂമിയിൽ വലിയവനായില്ലെങ്കിലും എനിക്ക് സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്താൽ മതി? വലിയവനായാൽ മതി. കാര്യം ഞാൻ കേൾക്കുന്ന കൽപ്പന നമ്മൾ കുറച്ചേ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനപ്രകാരം നമ്മൾ ജീവിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ദൈവം നമ്മളോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ദൂതും എന്ത് ചെയ്യത്തില്ല? മാറിപ്പോകത്തില്ല. വിശ്വസിച്ചാൽ അത് പ്രാപിക്കാൻ പറ്റും ദൈവമക്കളെ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയതാ, എടാ ഇന്ന് രാത്രിയെങ്കിൽ ഞാൻ പറയുന്നത് കൊണ്ട് നീ വിശ്വസിക്കുമോ? ആദ്യം ഞാനത് സ്വത്രം ഞാൻ അറിയുന്നുണ്ടല്ലോ ഇത് രാത്രിയാണ്. അപ്പോഴേ കർത്താവിനോട് വെച്ച് ഞാനാ പറയുന്നെങ്കിൽ അപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. നീ പുറത്ത് നിന്ന് പറയുമ്പോൾ നിന്നെ നോക്കി പലരും ചിരിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ലജ്ജിക്കത്തില്ല. കാര്യം എന്തുവാ? ആ ചിരിയിലല്ല ഞാൻ ലജ്ജിക്കുന്നത്. ഞാൻ കർത്താവിനെ നോക്കി ഇറങ്ങിയത്. ഞാൻ പാപിയായി കിടന്നപ്പോൾ, എന്നെ ഒന്നിനും വേണ്ടാതെ തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ സഹായിക്കാൻ വന്നത് അവരല്ല, എന്റെ കർത്താവാണ്. അപ്പോൾ ഞാൻ കർത്താവിനെ മാത്രം, കർത്താവിന്റെ സന്നിധി മാത്രം നീതിമാനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ മനുഷ്യന്റെ വേണ്ടി. നമ്മൾ മനുഷ്യന്റെ വേണ്ടി നീതിമാനാവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് നീതി ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ദൈവസന്നിധി നീതിമാൻ ആകുവാൻ ആഗ്രഹിച്ചു നോക്ക്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും നമ്മൾ ആരെ നോക്കത്തില്ല? മനുഷ്യന്റെ വാക്കുകളൊന്നും നോക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ചില വിഷയത്തിനകത്ത് ചിലതിനെ നമ്മൾ ചുമക്കാൻ നിന്നാൽ, ദൈവം പറഞ്ഞിട്ടും ചിലതിനെ നമുക്ക് ചുമക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചുമക്കാൻ നിന്നാൽ നമ്മൾ അതിന് വെച്ച് ഒരുപാട് വേദന അനുഭവിക്കുന്നത്. ചില ബന്ധങ്ങള് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ദൈവം മാറ്റി നിർത്തിയിരിക്കുന്ന ദൈവത്തിന് ചില പദ്ധതി കൊണ്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം അത് നമ്മളിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നത് ദൈവത്തിന് ചില പദ്ധതി ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾക്ക് അത് തന്നു കഴിഞ്ഞാൽ അത് വേണ്ട, അതിനെ മാറ്റി നിർത്തിയേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിക്കെതിരെ നമ്മൾ പിന്നെ മസിൽ പിടിക്കാൻ നിന്നാൽ നമ്മൾ ദോഷത്തിലേക്ക് പോകുന്നു. അത് മാറ്റി നിർത്തിക്കുന്ന ദൈവത്തിന്റെ ഹിതമാണ്. ആ നല്ലതാ. സ്തോത്രം. സ്തോത്രം. അത് മക്കളാവട്ടെ, ഭർത്താവാവട്ടെ, ഭാര്യയാവട്ടെ, സ്തോത്രം എന്തോ ആവട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ അടുക്കുവാൻ തടസ്സമായി നിൽക്കുന്നെങ്കിൽ ചിലതങ്ങോട്ട് മാറ്റി നിർത്താൻ പറഞ്ഞാൽ മാറ്റി നിർത്തിക്കോണം. ഈ മാറ്റി നിർത്തുന്നെന്ന് പറഞ്ഞ സ്തോത്രം നശിപ്പിച്ചു കളയാനല്ല, ഇരട്ടിയുടെ ദൈവം നമ്മളോട് കൂട്ടിച്ചേർക്കും. ആ സമയത്ത് ചേർത്താൽ മതി. അല്ലാതെ നമ്മൾ ചേർക്കാൻ പോയി കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് വേദനകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആർക്ക് അനുഭവിക്കേണ്ടി വരും? നമുക്ക് അനുഭവിക്കേണ്ടി വരും. അത് പ്രിയ മക്കളെ തിരിച്ചറിഞ്ഞോണം. അത് അനുഭവിക്കേണ്ടി വരും. ആ ഭാഗത്തിലേക്ക് ആര് നമ്മളെ കൊണ്ടുപോകും? സ്തോത്രം. ആ ഭാഗത്തിലേക്ക് ആര് കൊണ്ടുപോകും? നമ്മുടെ ചില ആഗ്രഹങ്ങൾ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ആ ആഗ്രഹങ്ങൾ ഒരിക്കലും ദൈവത്തോട് അടുപ്പിക്കത്തില്ല. ദൈവത്തിന്റെ ആഗ്രഹമേ നമ്മളെ മേൽ എന്ത് ചെയ്യാവും? നിവർത്തിയാവും. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? നമുക്ക് പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. കണ്ണടയ്ക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവസ്ഥലിലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ആ വചനത്തിനകത്ത്, ഗലാത്യ ലേഖനത്തിനകത്ത് ബാക്കിയുള്ള 2 വാക്കുകളും ഉണ്ട്. അതുകൂടെ നിങ്ങൾ വായിച്ചെടുക്കണം. എങ്കിലേ സ്തോത്രം അത് കറക്റ്റായിട്ട് അത് മനസ്സിലാവത്തുള്ളൂ. കാര്യം എന്തുവാ? ദൈവം പഠിപ്പിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പഠിപ്പിച്ചാലും അവന്റെ പേര് ശപിക്കപ്പെട്ടവൻ. അയ്യോ, അത് ദൈവത്തിന്റെ ദൂതനല്ല. സ്തോത്രം. ന്യായപ്രമാണത്തിന് വിപരീതമായി ആര് പഠിപ്പിച്ചാലും, ഏത് വ്യക്തി പഠിപ്പിച്ചാലും, ഏത് സഭ പഠിപ്പിച്ചാലും അത് ശപിക്കപ്പെട്ടതാണ്. ഇന്ന് പല സഭകളും ശപിക്കപ്പെട്ട ശാപത്തിന്റെ സഭയായി തീരുക. പ്രസംഗമേ ഉള്ളൂ, എന്തില്ല? ജീവിതമില്ല. ജീവിതമില്ലാത്തവനെ ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് പ്രസംഗമുള്ളവനെ അല്ല വേണ്ടത്, ജീവിക്കുന്നവനെയാണ് വേണ്ടത്. ജീവിക്കുന്നവനെയാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ദൈവത്തിന് വേണ്ടത്. ദൈവമക്കൾ യഥാർത്ഥമായി ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ഇന്ന് പകല് ഒന്ന് പൂർണ്ണ ഹൃദയത്തോട് ദൈവസ്ഥലിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽ കർത്താവിന്റെ ശബ്ദം ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന ദൂതുകൾ വെളിപ്പെടാട്ട്. ഈ 2024 ദൈവം എനിക്കുന്ന വാഗ്ദത്തങ്ങളെ, ദൈവം എനിക്കുന്ന ദൈവത്തിന്റെ ദൂതുകളെ, ദൈവത്തിന്റെ ആലോചനകളെ ഞാനും എന്റെ കുടുംബം അത് പ്രാപിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാരങ്ങളും, അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉടനെ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉടനെ മാറട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ആ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടാട്ട്. ദൈവത്തിന്റെ ദൂതുകൾ വെളിപ്പെടാട്ട്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിലേക്കും ഇറങ്ങി വരട്ടെ. ആ ദൈവശക്തി അങ്ങോട്ട് ഇറങ്ങി വരട്ടെ. യേശുക്രിസ്തുവിന്റെ ശക്തി അങ്ങോട്ട് വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനു പേരും ആ ദൈവത്തിന്റെ തേജസ് ഉണ്ടാവട്ടെ. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവം വചനം വിട്ടൊരു ജീവിതമില്ല. ന്യായപ്രമാണത്തെ ഞാൻ സ്നേഹിക്കുന്നു. ന്യായപ്രമാണം വിട്ടൊരു ജീവിതം എനിക്കില്ല കർത്താവേ.
ശക്തിയെ കേട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൂതുകളുടെ കുടുംബത്തിനകത്ത് നിവർത്തിയാവട്ടെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ ദൈവാലോചന ഇന്ന് പകല് വെളിപ്പെടാട്ട്. ദൈവത്തിന്റെ ദൂതുകളും വാഗ്ദത്തം ഇന്ന് വെളിപ്പെടാട്ട്. ഓരോ കുടുംബത്തെയും ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവിനെ തുറത്ത് ദൈവശക്തി ഇന്ന് പകല് വെളിപ്പെടാട്ട്. കർത്താവ് അങ്ങയുടെ അനുഗ്രഹത്തോട് പുറത്തു വരട്ടപ്പ. ദൈവജനമായ